അമേരിക്കയെ ഇഷ്ടമല്ല, അമേരിക്കയെ നശിപ്പിക്കാനായിട്ടാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. അമേരിക്കയുടെ അന്ത്യം കാണാതെ നമ്മൾ എസൻസ് അടങ്ങുകയില്ല. അമേരിക്ക എന്തുകൊണ്ടാണ് ലോകത്തിന്റെ തമ്പുരാന്മാരായി വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 റീസൺ അമേരിക്കൻ ഡോളറാണ്. ലോകത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും അംഗീകരിച്ച ഒരു കറൻസി പ്രിന്റ് ചെയ്തിറക്കാനുള്ള അവകാശമുള്ള ഏക രാജ്യം അമേരിക്കയാണ്. നമ്മുടെ ഒരു പഴയ ധനകാര്യമന്ത്രി പറഞ്ഞ് നോട്ടടിച്ചിറക്കിയാൽ മതിയല്ലോ എന്ന് ചോദിച്ചു. അമേരിക്കയ്ക്ക് നോട്ടടിച്ചിറക്കാം, ഇന്ത്യ അടിച്ചിറക്കിയ പ്രശ്നമാണ്. നോട്ട്സ് ഒരു ചെറിയൊരു കുറിപ്പ് കൊടുക്കും, എഴുന്നേറ്റ് പോകും, അല്ല പെട്ടെന്ന് നിർത്ത്, നമ്മളിവിടെ കുറിപ്പ് കൊടുക്കത്തില്ലേ, ആ കുറിപ്പാണ് ഈ നോട്ട്. ഈ രൂപയെല്ലാം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം, ഒരു രൂപവും ഇല്ല എന്ന് റഷ്യ പറഞ്ഞു. നമുക്ക് ആഗ്രഹിക്കാൻ ഡോളർ തകരണമേ, ഡീഡോളറൈസേഷൻ നടക്കണമേ, എല്ലാവരും ഡോളർ വിട്ടുപോകണേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മളുടെ വിദേശ നാണ്യ ശേഖരം എന്ന് പറഞ്ഞാൽ 700 ബില്യനാണ്. പാകിസ്ഥാൻ്റെത് 19 ബില്യൺ. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള കിടപ്പ് മനസ്സിലാകും. പക്ഷെ അങ്ങനല്ല അവർ പറയുന്നത്. അവർ നമ്മളെ ആകെ അടിച്ച് തൂഫാനാക്കിയിട്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ ഒരു സന്തോഷം. അമേരിക്കയുടെ ഡോളറാണ് ചൈനയുടെ ആസ്തി. ആളുകൾക്ക് എന്തോ അമേരിക്ക വെറുക്കുമ്പോഴും അമേരിക്ക വിശ്വാസം. അഴകിയ രാവണനിൽ പറഞ്ഞോണം, വെറുത്ത് വിശ്വസിച്ചുകൊണ്ടിരിക്കും. ഡോളറിന്റെ പവർ വെപ്പണൈസ് ചെയ്തുകൊണ്ടാണ് അമേരിക്ക പകുതി യുദ്ധം ജയിക്കുന്നത്. അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ കടക്കാരൻ. ആണ് 100 തരം. നമ്മുടെ കടത്തിന്റെ ഏതാണ്ട് 97.3% നമ്മൾക്കിടയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റ് വാങ്ങിച്ചിട്ടുള്ള പൈസ നമ്മൾ തമ്മിൽ പറഞ്ഞു തന്നാൽ തീർത്താൽ മതി. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വിഷയമായിരിക്കും, പെട്രോ ഡോളർ. ഇതെന്താണ് ഇതിനകത്ത് ഇത്ര വലിയ ഒരു കൗതുകരമായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നി? എന്താണ് ഇവിടെ പയ്യന്നൂർ വന്ന ഡോളറിനെ കുറിച്ച് സംസാരിക്കുന്നത്? അമേരിക്കൻ ഡോളേഴ്സ്. എന്താണ് ഇതിനകത്തൊരു കൗതുകരമായ അവസ്ഥ? ആക്ച്വലി നമ്മൾ അമേരിക്കയെക്കുറിച്ച് പറയുമ്പം നമ്മൾ ആദ്യം ഓർക്കുന്നത് അമേരിക്കയുടെ സൈന്യമാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കയുടെ മിലിറ്ററി മൈറ്റ്, പൊളിറ്റിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്, അവിടുത്തെ ജീവിത രീതി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർക്കും. പിന്നെ അവരുടെ ആയുധങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ, ഇന്ന് അമേരിക്ക ലോകത്തെ ഏകധ്രുവ രാജ്യമാണ്. ഏകധ്രുവം എന്ന് പറയുന്നത് ഒറ്റ ധ്രുവമേ ലോകത്തിനുള്ളൂ. ഇത് വെറുതെ പറയുന്നതല്ല, അതാണ് ഞാൻ ഏകധ്രുവ ലോകം എന്ന് പറഞ്ഞത്. അപ്പം ഈ അമേരിക്കൻ ഡോളറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്, നിങ്ങൾ എത്രമാത്രം ഇത് നമ്മളുമായിട്ടും ലോകത്തെ മുഴുവൻ സാമ്പത്തിക രാഷ്ട്രീയ ക്രമവുമായിട്ട് ഡീപ്ലി റിലേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിവിടെ കാണുന്നത് അമേരിക്കൻ ഡോളറാണ്. $10 എനിക്ക് എൻ്റെ കയ്യിലും കുറച്ച് ഡോളേഴ്സ് ഇരിപ്പുണ്ട്. അമേരിക്കൻ ഡോളേഴ്സ്. പണ്ട് മോഹൻലാൽ പറഞ്ഞാണ് സിംഗപ്പൂർ ഡോളേഴ്സാണ്. അതുപോട്ടെ. എന്താണ് ഡോളറിൻ്റെ പ്രത്യേകത? നമ്മളുടെ രൂപയുണ്ട്, പല പല രാജ്യങ്ങളിലെ കറൻസി ഉണ്ട്. ഡോളറിന് എന്താണ് പ്രത്യേകത? അതിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സോർബിറ്റൻ പ്രിവിലേജ് ഉണ്ട്. അസാധ്യമായൊരു പ്രിവിലേജ് ആണ് ഡോളറിനുള്ളത്. അത് ലോകത്തുള്ള രാജ്യങ്ങൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ വിക്കിപീഡിയ പേജിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. റിസർവ് ക്യാഷ് അല്ലെങ്കിൽ വിദേശ നാണ്യ ശേഖരം. അതിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും, ഏതാണ്ട് 58 മുതൽ 60% വരെ രാജ്യങ്ങൾ അവർ റിസർവായിട്ട് സൂക്ഷിക്കുന്നത് അമേരിക്കൻ ഡോളറാണ്. അപ്പം എന്താണ് അത് വലിയ പ്രത്യേകത വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ തിരിച്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇന്ത്യൻ രൂപ ആരും റിസർവ് കറൻസി ആയിട്ട് സൂക്ഷിക്കാറില്ല. ഇന്ത്യ മോശമായിട്ടാണോ? അല്ല, ഇന്ത്യ മോശമായിട്ടല്ല. ഇവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഫാക്റ്റ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കാണണമെന്ന് പറയുന്നത്. അമേരിക്ക എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ തമ്പുരാന്മാരായി വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 റീസൺ അമേരിക്കൻ ഡോളറാണ്. ബിക്കോസ് അതാണ് ലോകത്തിൻ്റെ റിസർവ് കറൻസി. ഓൾമോസ്റ്റ് 60% ഓഫ് ദ കൺട്രീസ് കീപ് അമേരിക്കൻ ഡോളർ ആസ് ദിയർ റിസർവ് കറൻസി. എന്താണ് റിസർവ് കറൻസി? നിങ്ങളുടെ കയ്യിൽ കരുതൽ ശേഖരം. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആയുധങ്ങൾ വാങ്ങണോ, മരുന്ന് വാങ്ങണോ, അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ, പുറത്തുനിന്ന് എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കണം, എണ്ണ വാങ്ങിക്കണം, ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ഡോളറാണ്. ഈ ഡോളർ എന്തുകൊണ്ടാണ് എണ്ണ വാങ്ങിക്കാൻ വേണ്ടി വരുന്നത്? ഡോളർ കൊടുത്താലേ എണ്ണ കിട്ടും. നമ്മുടെ കയ്യിൽ ഒരു രൂപയുണ്ട്, ഇഷ്ടംപോലെ രൂപയുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ വേറെ കറൻസികളുണ്ടാവും, സ്വർണം ഉണ്ടാവാം. പക്ഷേ അന്താരാഷ്ട്ര ഈ ഓയിൽ ട്രേഡ് എന്ന് പറയുന്നത് ബേസിക്കലി 80% എബോവ് ഡോളറിലാണ്. അതിന് കാരണമായൊരു കരാറാണ് ഈ പെട്രോ ഡോളർ കരാർ എന്ന് പറയുന്നത്. 1974 കരാറാണ്. പക്ഷെ അത് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ അമേരിക്കൻ ഡോളറിനെ അളക്കരുത്.
കാരണം 74 പെട്രോ ഡോളർ കരാറ് വന്നില്ലായിരുന്നു എങ്കിലും ഈ ഓയിൽ ട്രേഡ് ഡോളറിൽ തന്നെ ആയിരിക്കും ഇപ്പോഴും നടക്കുക. കാരണം അതിനു മുന്നേ അങ്ങനെ ആയിരുന്നു. ആ കരാർ വന്നതോടുകൂടി നിലവിലുള്ള ഒരു അവസ്ഥ കൺസോൾഡേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പൊ പലരും എഴുതാറുണ്ട്, എന്താണ് പെട്രോ ഡോളർ കരാർ ഉള്ളത് കൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ പിടിച്ചു കയറിയിരിക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ പെട്രോ ഡോളർ കരാർ പുതുക്കുന്നില്ല. സോ വാട്ട്? പുതുക്കിയിട്ടില്ല. പുതുക്കാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? 50 വർഷം അവസാനിച്ചു, സൗദി പുതുക്കുന്നില്ല. സൗദി ഇപ്പോഴും എണ്ണ വാങ്ങിക്കുന്നത് എന്തിലാണ്? ഡോളറിലാണ്. യുവാനിലൊക്കെ ഇടയ്ക്കൊന്ന് വാങ്ങിക്കും. ബാക്കി രാജ്യങ്ങൾ എണ്ണ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതെല്ലാം ഡോളറിലാണ്. അപ്പം പെട്രോ ഡോളർ എന്ന് പറയുമ്പം ഡോളർ കൊടുത്ത് പെട്രോൾ വാങ്ങിക്കുന്നു. അപ്പോൾ പെട്രോൾ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെ പെട്രോളിയം പ്രോഡക്ട്സ് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന ഡോളർ എന്നുള്ളതിലാണ് പെട്രോ ഡോളർ എന്ന് പറയുന്നത്. ഇവിടെ അമേരിക്കയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, വൈ അമേരിക്ക ഈസ് സോ പവർഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം മുഴുവൻ അംഗീകരിച്ച അല്ലെ ലോകത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും അംഗീകരിച്ച ഒരു കറൻസി പ്രിന്റ് ചെയ്തിറക്കാനുള്ള അവകാശമുള്ള ഏക രാജ്യം അമേരിക്കയാണ്. അമേരിക്ക കറൻസി പ്രിന്റ് ചെയ്യും. അത് നമുക്ക് എന്നാലോചിച്ചോ, പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രിന്റ് ചെയ്തിറക്കുക, നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾ അംഗീകരിക്കുക, അത്രേ ഉള്ളൂ. അതൊരു വലിയ പ്രിവിലേജ് അല്ലേ? അസാധ്യമായ അവിശ്വസനീയമായ ഒരു പ്രിവിലേജാണ്. ഈ പ്രിവിലേജിനെ ചെറുതാക്കി കണ്ടുകൊണ്ടാണ് നമ്മൾ അമേരിക്കയൊക്കെ എപ്പോഴും ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ അമേരിക്ക ആർജിച്ചു എന്ന് നോക്കണം. കഴിഞ്ഞ 250 വർഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇന്ന് വരെ ഒരു കടം ഡിഫോൾട്ട് ആക്കിയിട്ടില്ല, ഒരു കടം അടയ്ക്കാതിരുന്നിട്ടില്ല. ലോകത്ത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ കൊണ്ടുപോയി അത് ഇൻവെസ്റ്റ് ചെയ്യും? എവിടെ കൊണ്ടുപോയി സേവ് ചെയ്യും? നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകളിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള ബാങ്കുകളിലൊക്കെ സേവ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ അമേരിക്കയിലെ ട്രഷറി ബോണ്ട് വാങ്ങിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. എന്താണ് ട്രഷറി ബോണ്ട് എന്നറിയാം? അമേരിക്കയിലെ ഗവൺമെൻറ് പുറത്തിറക്കുന്ന കടപ്പത്രം. നിങ്ങളത് വാങ്ങിക്കും. 4.6% എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പലിശ നിങ്ങൾക്ക് കിട്ടും. 10 വർഷത്തെ ബോണ്ടിൻ്റെ പലിശയാണ് 4.6%. ഈ പലിശ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളതവിടെ സൂക്ഷിക്കും. ഇതാരാ സൂക്ഷിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. സൗദി എണ്ണ വിൽക്കുന്നു, ഡോളറിൽ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ UAE എണ്ണ വിൽക്കുന്നു, ഡോളറിൽ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു. ഈ ഡോളർ സൗദി എന്ത് ചെയ്യും? സൗദിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സൗദി നേരെ കൊണ്ടുവന്ന് അമേരിക്കയിലെ ട്രഷറി ബോണ്ടിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കും. UAE ഇത് തന്നെ ചെയ്യുന്നത്, ഖത്തറും ഇത് തന്നെയാണ് ചെയ്യുന്നത്, എല്ലാ രാജ്യങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പ്രിന്റ് ചെയ്ത പൈസ പുറത്ത് ട്രാൻസാക്ഷൻ ഉപയോഗിച്ചിട്ട് അത് തിരിച്ച് അവിടെ തന്നെ വന്നിട്ട് കുറഞ്ഞ തുകയ്ക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റിൽ അത് അവരെ ഡെറ്റ് ഫൈനാൻസിങ്, അതായത് അവരുടെ കടങ്ങളെല്ലാം അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പൈസ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് എ വണ്ടർഫുൾ സിറ്റുവേഷൻ. നമ്മുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കൊരു ഡോളർ വേണമെങ്കിൽ ആയിരക്കണക്കിന് കടമ്പകളും കടന്ന് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ഗവൺമെൻറ് മിടുക്കനായി ഫിസിക്കൽ റീഅഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ നടത്തിയിട്ട് നമ്മൾ ലോണിന് അപേക്ഷ കൊടുത്ത് 1 ഇൻസ്റ്റാൾമെൻറ്റ് ഇങ്ങനെ 2 ഇൻസ്റ്റാൾമെൻറ്റ് ഇങ്ങനെ സ്വർണം കൊണ്ടുവന്ന് പണയം വെക്കുന്നു. ഇതൊന്നും ഞാൻ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് ആയിരിക്കണം നമ്മൾ ഈ അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്. കാര്യം അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമുക്ക് ഫാക്ട്സ് അറിഞ്ഞിരിക്കണം. ഡോളർ ഇപ്പോൾ തീരും, ഡോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ മിക്കവാറും ഇറങ്ങുന്ന വീഡിയോകളെല്ലാം. ഇപ്പോൾ ആരും ഡോളറിലല്ല വ്യാപാരം നടത്തുന്നത്, എല്ലാവരും മാറി മാറി പോവുകയാണ്. ഡോളർ അസ്തമിക്കാൻ പോവുകയാണ്, അമേരിക്ക വീഴാൻ പോവുകയാണ്. ഡോളറിൻ്റെ ഉപയോഗം കുറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ കുറയുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ എന്ന് വെച്ച് അടുത്ത 10 വർഷത്തിനുള്ളിലോ 20 വർഷത്തിനുള്ളിലോ ഡോളർ തീരും എന്ന് കരുതാൻ കഴിയില്ല. കാരണം അങ്ങനെയല്ല ഡോളറിൻ്റെ പിടി, ഭയങ്കര ഗ്രിപ്പാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് കിടക്കാം. 2022 യുക്രൈനെ റഷ്യ ആക്രമിച്ചു. അപ്പോൾ ആക്രമണത്തിൻ്റെ 2ാം മാസമായപ്പോൾ റഷ്യ അടയ്ക്കാനായിട്ടുള്ള കുറേ ഇൻ്റർനാഷണൽ ലോൺസ് ഉണ്ടായി. ആ ലോൺസ് റഷ്യക്ക് അടയ്ക്കാൻ പൈസയുണ്ട്, ഇഷ്ടം പോലെ പൈസയുണ്ട്. പക്ഷെ ആ പൈസ അടയ്ക്കാൻ അമേരിക്കയും മറ്റ് വെസ്റ്റും സമ്മതിച്ചില്ല. അവരെന്ത് ചെയ്തു? ഈ ഇൻവേഷൻ നടത്തിയതുകൊണ്ട് റഷ്യയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അതുപോലെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, അതിനകത്ത് നിന്ന് റഷ്യയെ പുറത്താക്കി. അപ്പോൾ റഷ്യയുടെ കയ്യിൽ പൈസയുണ്ട്, അടയ്ക്കാൻ മനസ്സുണ്ട്, പക്ഷെ അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? റഷ്യ ഡിഫോൾട്ടായി. കടം വാങ്ങിച്ചാൽ തിരിച്ചടയ്ക്കാത്തവരായിട്ട് 1918 ശേഷം
അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റഷ്യ ഡിഫോൾട്ട് ആവുന്നത്. പണം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തതാണ്. ഇത് തന്നെയാണ് വെനസ്വേലയ്ക്ക് സംഭവിക്കുന്നത്. വെനസ്വേലയ്ക്ക് എണ്ണയുണ്ട്, വിൽക്കാൻ മനസ്സുണ്ട്, വാങ്ങിക്കാൻ ആളുണ്ട്, പക്ഷേ അമേരിക്ക സമ്മതിക്കില്ല. അതൊരു കടമടയ്ക്കണ്ട എന്ന് അവർ തീരുമാനിച്ചാൽ നിങ്ങൾ കടമടയ്ക്കത്തില്ല. ഇൻട്രസ്റ്റ് പേയ്മെന്റ് എല്ലാം ഡോളറിലാണ് മിക്കവാറും, ഇന്റർനാഷണൽ ലോണിന്റെ എല്ലാം. അമേരിക്കയ്ക്ക് അത് ഗ്രിപ്പ് ചെയ്യാൻ പറ്റും. പൈസ കിട്ടില്ല എന്ന് മാത്രമല്ല, വാങ്ങിച്ച ലോണോ തിരിച്ചടയ്ക്കാനോ അതിന്റെ പലിശ അടയ്ക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് ഡോളറിന്റെ മേധാവിത്വം ലോകത്ത്. ഇത് ഞാനൊരു ലഘുവായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഫോറിൻ എക്സ്ചേഞ്ച് നിങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കറൻസിയെ മറ്റൊരു കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് 90% ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻ ദ വേൾഡ്, അതിനകത്ത് ഡോളർ ഇൻവോൾവ് ആണ്. നിങ്ങൾ നോക്കിയ എല്ലാവർക്കും ഡോളറിലേക്ക് മാറ്റിയിട്ട് വേണേ വേറൊന്നിലേക്ക് മാറ്റും. കാര്യം ഡോളറാണ് ഒരു യാർഡ് സ്റ്റിക്ക് ആയിട്ട് അവിടെ നിൽക്കുന്നത്. 80% ഓഫ് ഗ്ലോബൽ ഓയിൽ സെയിൽസ് ഡോളറിലാണ്. 70% ഓഫ് ഗ്ലോബൽ ട്രേഡ്, എല്ലാത്തരം ട്രേഡ് നോക്കുകയാണെങ്കിൽ 70% ഡോളറിലാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോൺസ്, ഡെറ്റ്, സെക്യൂരിറ്റീസ് 60 to 65% ഡോളറിലാണ്. ഇനി ചൈനയുടെ എടുക്കുക. ഈ അടുത്തിടെ ഞാനൊരു കുറെ ആർട്ടിക്കിൾസ് കണ്ടു. ചൈന വിചാരിച്ചാൽ അമേരിക്ക മുങ്ങിപ്പോവും. എന്താണ് കാരണം? ചൈനയുടെ കയ്യിൽ അമേരിക്കയുടെ ബോണ്ടുകളുണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞ കാര്യം അറിയാത്തവർ വിട്ടേക്കൂ. ബോണ്ട് എന്ന് പറഞ്ഞാൽ കടപ്പത്രം മലയാളത്തിൽ. അപ്പൊ ഈ കടപ്പത്രം ചൈന വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് അമേരിക്കൻ സർക്കാരിന് പണം ആവശ്യമുണ്ടെങ്കിൽ അവർ കടപ്പത്രം പുറപ്പെടുവിക്കും. നിങ്ങൾക്ക് അത് വാങ്ങാം, നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടും. അത് എത്ര കാലാവധി ഉണ്ടോ അതനുസരിച്ച് ഒരു ഇൻട്രസ്റ്റ് കിട്ടും. ചൈനയുടെ കയ്യിൽ 1 ട്രില്യണിലധികം അമേരിക്കൻ ബോണ്ടുകൾ ഉണ്ടായിരുന്നു. $1 ട്രില്യൺ. $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ. ഇന്ത്യയുടെ GDP എത്രയാണ്? 4.25 ട്രില്യൺ US ഡോളറാണ്. US ഡോളറിൽ അത്രയുണ്ട്. എന്നാൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള GDP അതൊന്നുമല്ല. നമ്മുടെ GDP PPP എന്ന് പറയുന്ന സാധനമുണ്ട്, പർച്ചേസിങ് പവർ പാരിറ്റി. അതിലാണ് അളക്കേണ്ടത്. കാരണം നമ്മളിവിടെ ഒരു ചായയും വാങ്ങിച്ച് ഒരു ഊണും കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഈ ഇന്ത്യൻ രൂപ ഡോളറിലാക്കിയിട്ട് അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ ഒരു മിഠായി പോലും കിട്ടില്ല. മനസ്സിലായോ? അതായത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ഇരിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് എന്ത് വാങ്ങാനും വിൽക്കാനും കഴിയും എന്നുള്ളതല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഈ 4.2 ട്രില്യൺ എന്നുള്ള കണക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കണക്കല്ല. മറിച്ച് നമുക്ക് ആരെങ്കിലും ലോൺ തരണമെങ്കിൽ, ഇപ്പോൾ IMF ഒരു ഇന്ത്യക്ക് ഒരു ലോൺ തരണം, ഇന്ത്യയുടെ GDP എത്രയാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ കണക്കല്ല അവർ എടുക്കുന്നത്. നിങ്ങൾക്കറിയാം, PPP വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. എത്രയോ മുന്നേ ഇന്ത്യ അത്ര ദരിദ്ര രാജ്യം അല്ല. നമ്മളുടെ ഇത് നോക്കിയാൽ മതിയല്ലോ. നമുക്ക് 2 രീതിയിൽ GDP എടുക്കും. ഒന്ന് നോമിനൽ GDP, ഒന്ന് പർച്ചേസിങ് പവർ പാരിറ്റി. ഈ നോമിനൽ GDP ആണ് നമ്മൾ ഈ 4.2 ട്രില്യൺ എന്ന് പറയുന്നത്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, ഈ ചൈനയുടെ കയ്യിലിരിക്കുന്ന പണം അല്ലെ ബോണ്ട് ചൈന കൊണ്ടുവന്ന് വിൽക്കുകയാണെന്നിരിക്കട്ടെ. കൊണ്ടുവന്ന് വിൽക്കുകയാണ്. ഞങ്ങൾക്ക് ബോണ്ടൊന്നും വേണ്ട, എൻ്റെ കാലാവധി കഴിഞ്ഞ് മൊത്തം പൈസ തിരിച്ചു തരിക. അങ്ങനെയാണെങ്കിൽ ഉടനെ ഈ 1 ട്രില്യൺ, ഇപ്പോൾ 1 ട്രില്യൺ ഒന്നുമില്ല, ഏതാണ്ട് 793 ബില്യണേ ഉള്ളൂ. ഈ 1 ട്രില്യൺ തുക ഡോളറായിട്ട് ഉടനെ ചൈനയ്ക്ക് കൊടുക്കണം. അതോടുകൂടി അമേരിക്ക മുങ്ങിപ്പോകും. അത്രയും കൊടുക്കാൻ പൈസ അമേരിക്കയുടെ ഇല്ല, പ്രിന്റ് ചെയ്യും. അങ്ങനെ അങ്ങ് അമേരിക്ക മുങ്ങിപ്പോകുമെന്നാണ് ചില വിപ്ലവ ബുദ്ധിജീവികളൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്കൻ ഡോളർ ഇത്രയധികം വ്യാപകമായ സ്വാധീനം ലോകത്ത് ചെലുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം, ഈ അമേരിക്കൻ ഡോളർ എന്തുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രബലമായി തീർന്നതിൻ്റെ 1 സിംഗിൾ റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറയും. എന്താണ് ഈ നെറ്റ്വർക്ക് എഫക്റ്റ്? നിങ്ങൾ എന്തുകൊണ്ടാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്? ഇസ് ഇറ്റ് ബിക്കോസ് യു ലൈക്ക് ഇറ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ? ഫേസ്ബുക്ക് ആഹാ നല്ലതാണ്, നല്ല കമന്റുകളൊക്കെ വരും, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഫേസ്ബുക്കുമായിട്ട് എന്തെങ്കിലും ഒരു ഹൃദയബന്ധം ഉള്ളതുകൊണ്ടാണ്? വാട്സപ്പിൽ എന്തിനാണ് നിങ്ങൾ ചെല്ലുന്നത്, ക്ലിക്ക് ചെയ്ത് നോക്കുന്നത്? കാരണം എല്ലാവരും അവിടെ വരുന്നു എന്നുള്ളതാണ്. ഇതാണ് അമേരിക്കൻ ഡോളർ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറയുന്ന സാധനം.
പോപ്പുലാരിറ്റി എന്ന് പറയുന്ന സാധനം ഇതേപോലെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിഞ്ഞാൽ അറിയാം. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു 5 ഇലക്ഷനൊക്കെ തോറ്റു കഴിഞ്ഞ് വീണ്ടും 6ാമത്തെ ഇലക്ഷനിൽ മരിക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുന്ന കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു സാധനമുണ്ട്. ഇത് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രസിദ്ധി ആയാലും കുപ്രസിദ്ധി ആയാലും പ്രചാരമായാലും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ സോഷ്യൽ ക്യാപിറ്റലാണ്. അത് നോട്ടിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം. നോട്ടെന്നാണ് പറയുന്നത്. എന്താ ഈ നോട്ടിന്റെ അർത്ഥം? NOT, കുറിപ്പ്. പണ്ട് ഈ ബാങ്ക് ഒരെണ്ണം എഴുതി കൊടുക്കും, ഒരു കുറിപ്പ് എഴുതി കൊടുക്കും. ഇവന്റെ ഇത്ര ഇതുമായിട്ട് വരുമ്പോ ഇത്ര രൂപ കൊടുക്കണം. നമ്മൾ ചില ഒരു തമാശ ഉണ്ടല്ലോ, ഇന്നാര് വരും, ഇത്ര രൂപ കൊടുക്കണം, ഇൻട്രസ്റ്റ് എടുക്കണ്ട എന്ന് പറയുന്നൊരു തമാശ ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിച്ചത് പലിശ എടുക്കണ്ടെന്നാണ്. പക്ഷെ മറ്റവൻ വായിക്കുന്നത് താല്പര്യം കാണിക്കേണ്ട എന്നായിരിക്കും, അല്ല എന്ന് പറഞ്ഞതുപോലെ. അതേപോലെ ഒരു കുറിപ്പാണ് നോട്ട്. NOT എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ നോട്ട്, ആ നോട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ അതൊരു കുറിപ്പാണ്. പണ്ട് ഈ പ്രിന്റർ നോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഈ കുറിപ്പുകളാണുള്ളത്. ബാങ്കാണ് കൊടുക്കുന്നത്, പിന്നെ സർക്കാരാണ് കൊടുക്കുന്നത് നോട്ട്സ്. ഒരു ചെറിയൊരു കുറിപ്പ് കൊടുക്കുക, എഴുന്നേറ്റ് പോകും, അല്ല പെട്ടെന്ന് നിർത്ത്. നമ്മളിവിടെ കുറിപ്പ് കൊടുക്കത്തില്ലേ, ആ കുറിപ്പാണ് ഈ നോട്ട്. ഈ നോട്ടിന്റെ ആവശ്യമില്ലാത്ത തരത്തിൽ ഇപ്പൊ എല്ലാം ഡിജിറ്റൽ അല്ലേ. ഒരു സീറോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുങ്ങിപ്പോകും, ഒരു സീറോ കട്ട് ചെയ്താൽ പൊങ്ങി വരും അല്ലേ. 1 ലക്ഷം 10 ലക്ഷമാവും, 10 ലക്ഷം അല്ലേ. ജസ്റ്റ് ലൈക്ക്. ഇതുകൊണ്ടാണ് അമേരിക്കൻ ഡോളർ എല്ലാവരും സ്വീകരിക്കും. അമേരിക്കയെ ഇഷ്ടമല്ല, അമേരിക്കയെ നശിപ്പിക്കാനായിട്ടാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അല്ലേ. അമേരിക്കയുടെ അന്ത്യം കാണാതെ നമ്മൾ എസൻസ് അടങ്ങുകയില്ല. പക്ഷേ അമേരിക്കൻ ഡോളർ എല്ലായിടത്തും സ്വീകാര്യതയുണ്ട്, എല്ലാവരും വാങ്ങിക്കുന്നു, കൊടുക്കുന്നു. അതുണ്ടെങ്കിൽ കൊള്ളാം. അതാണ് ഇതിന്റെ നെറ്റ്വർക്ക് ഇമ്പാക്ട് എന്ന് പറയുന്ന നമ്പർ 1 റീസൺ. മറ്റൊന്ന്, ഈ നോൺ ഡോളറിലല്ലാതെ കച്ചവടം ചെയ്യുക, വ്യാപാരം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരും പറഞ്ഞു വരുമ്പോൾ ഈ ഡോളറിൽ ഒരു തുലനം നടത്തിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതായത് ഡോളറിലാണെങ്കിൽ എത്ര വേണ്ടി വരും. അപ്പൊ അവിടെ ഒരു അദൃശ്യമായ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ട് ഡോളർ നോൺ ഡോളർ ട്രാൻസാക്ഷനിലും വർത്തിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്ക് ഇഷ്ടമല്ല, എന്നാലും അങ്ങനെയുണ്ട്. ഇനി പറഞ്ഞ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നെഫ്റ്റ്, സ്വിഫ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1973 വന്നൊരു സിസ്റ്റമാണ്. അത് ആദ്യമൊക്കെ ടെലക്സ് വഴിയായിരുന്നു. ഇപ്പോൾ വളരെ കമ്പ്യൂട്ടറൊക്കെ വന്നതിന് ശേഷം, IT ഒക്കെ വന്നതിന് ശേഷം ചട്ടപ്പെടാന്നാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് അമേരിക്കയിലുള്ള ഒരാൾക്ക് നമുക്കൊരു $1000 എനിക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബാങ്കിൽ കൊണ്ടുവന്നിട്ട് $1000 തുല്യമായിട്ടുള്ള പണം കൊടുക്കും. എൻ്റെ SBI കൊടുക്കും. SBI എന്ത് ചെയ്യും? അവിടെ അയാളുടെ ബാങ്ക് ഉണ്ട്, ആ ബാങ്കിലേക്ക് അയാൾക്ക് ഈ $1000 കൈമാറി. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എന്താ പറയാ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ്. അവിടെ ഒരു നൊസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട്. അവിടെയുള്ള അക്കൗണ്ടാണ് നൊസ്ട്രോ അക്കൗണ്ട്. ആ ബാങ്കിന് ഇവിടെ ഉള്ളതിനാണ് വൊസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വയർ വഴി ട്രാൻസാക്ഷനാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഇത് പെട്ടെന്ന് നടക്കും. അത്ര പെട്ടെന്ന് നടക്കില്ല, എന്നാലും ബേസിക്കലി നടക്കും. ആക്ച്വലി ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് മാത്രമാണ്. ഇറ്റ് ഇസ് ഓൺലി എ മെസ്സേജ്. അതായത് ഇങ്ങനെ കൊടുക്കണം, കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ആ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ സ്വിഫ്റ്റ് ആകുകയാണ്. പിന്നെ അതിനകത്ത് ചിലവുണ്ട്. നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ നിന്നൊക്കെ പൈസ വരുന്നവർക്കറിയാം, സ്വിഫ്റ്റ് വഴി പൈസ വരുന്നവർക്കറിയാം, ചാർജ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വേറെ 2 സൈസ് ഐറ്റം ഉണ്ട്. എന്തായാലും ഉണ്ട് സംഗതി. ഇപ്പം എല്ലാവർക്കും നടക്കുന്നു. യൂട്യൂബ് റവന്യൂ കിട്ടുന്നവർക്ക് എല്ലാവർക്കും അറിയാം സ്വിഫ്റ്റ് വഴിയാണ്. ഈ സ്വിഫ്റ്റിൽ നിന്നാണ് റഷ്യ പുറത്താക്കിയത്. റഷ്യക്ക് എണ്ണ വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റഷ്യ എന്ത് ചെയ്യുന്നത്? ഡോളർ അല്ലേ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഡോളർ കിട്ടും. അപ്പൊ ഇന്ത്യ പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചോളാം. ഇന്ത്യയിൽ എന്താ കൊടുക്കാൻ പറഞ്ഞത്? രൂപ. അങ്ങനെ രൂപയ്ക്ക് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു. അങ്ങനെ റഷ്യയുടെ കയ്യിൽ ഇങ്ങനെ കണ്ടമാനം രൂപ. അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യാനാ ചോദിച്ചു. ഈ രൂപയെല്ലാം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം, ഒരു രൂപവും ഇല്ല എന്ന് റഷ്യ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങിക്കാം. പറഞ്ഞു നിങ്ങൾ ഇഷ്ടംപോലെ സാധനം വാങ്ങിക്കും, ഇവിടെ ഇഷ്ടംപോലെ നിങ്ങൾ ഇറങ്ങി നടക്കൂ, ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ ഞങ്ങൾക്ക് ഉള്ളതാണ്, ഇതിനേക്കാൾ നല്ല ഐറ്റംസ് ഉണ്ട്. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രത്യേകിച്ചുള്ളത്? ഞങ്ങളുടെ പ്രത്യേകിച്ച് ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധനം ഉണ്ടോ? പക്ഷെ ഇത് ഡോളറിലായിരുന്നെങ്കിൽ ഇതുകൊണ്ട് എവിടെയെന്നും എന്തൊന്നും എങ്ങനെയും വാങ്ങിക്കാം. അന്റാർട്ടിക്കന്ന് ഐസ് വേണേലും വാങ്ങിക്കാം. പക്ഷെ ഇതാണ് പ്രശ്നം. അപ്പം ഇതാണ് ഈ സ്വിഫ്റ്റ് അക്കൗണ്ട്. ഈ സ്വിഫ്റ്റിന്റെ ഡോമിനൻസ് ഉള്ളിടത്തോളം കാലം ഡോളർ ആയിരിക്കും മുകളിൽ. നമുക്ക് ആഗ്രഹിക്കാൻ ഡോളർ തകരണമേ, ഡീഡോളറൈസേഷൻ നടക്കണമേ, എല്ലാവരും ഡോളർ വിട്ടുപോകണേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ആണിക്കല്ലാണ്.
ഇനി ലോൺ പേയ്മെന്റ് ആൻഡ് റീപേയ്മെന്റ് ഞാനൊന്ന് സൂചിപ്പിച്ചു. IMF നിന്ന് ലോൺ കൊടുക്കണം. IMF നിന്ന് നമുക്കൊരു ലോൺ എടുക്കണം. പാകിസ്ഥാൻ ദിവസവും ചെല്ലും, എല്ലാ ആഴ്ചയിലും ചെല്ലും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ചെല്ലാറുണ്ട്. 1 ബില്യൺ, 1.5 ബില്യൺ, 2 ബില്യൺ. നമ്മളുടെ വിദേശ നാണ്യ ശേഖരം എന്ന് പറഞ്ഞാൽ 700 ബില്യണാണ്, 700 ബില്യൺ. പാകിസ്ഥാൻ്റെത് 19 ബില്യണാണ്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള കിടപ്പ് മനസ്സിലായല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു 4.2 ട്രില്യൺ എക്കോണമിയാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു 350 ബില്യൺ. 1000 ആകുമ്പോഴാണ് 1 ട്രില്യൺ ആവും. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ അങ്ങനല്ല അവർ പറയുന്നത്. അവർ നമ്മളെ ആകെ അടിച്ച് തൂഫാനാക്കിയിട്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ ഒരു സന്തോഷം. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, IMF ഒരു ലോൺ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മൊത്തം GDP ഡോളറിലാക്കി കാണിക്കണം. അതിനാണ് ഈ നോമിനൽ എന്ന് പറയുന്നത്. അവരതിലേ എടുക്കുള്ളൂ. പിന്നെ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് അവർ ആദ്യം ലോൺ തരുന്നത് ഏതിലാ? ഡോളറിലാണ് തരുന്നത്. അതിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെ പേ ചെയ്യുന്നത്? ഡോളറിലാണ് പേ ചെയ്യുന്നത്. അപ്പൊ ലോൺ, ഇൻട്രസ്റ്റ്, ഈ രണ്ട് ലോകത്ത് നടക്കുന്ന മിക്കവാറും എല്ലായിടത്തെല്ലാം ഡോളറിലാണ്. റഷ്യക്ക് ലോൺ എടുക്കണമെങ്കിലും അങ്ങനെ തന്നെ. ഈവൻ ഈ പറയുന്ന ചൈന എല്ലാ ഡോളറും വാങ്ങിച്ചു വെച്ചിരിക്കുക. ചൈനയ്ക്ക് ഡോളറിലാണ് വിശ്വാസം. ചൈനയുടെ വിദേശ നാണ്യ ശേഖരം 3.6 ട്രില്യനാണ്. ഇന്ത്യയുടെ 700 ബില്യൺ, 1 ട്രില്യൺ ആയിട്ടില്ല. ഈ 3.6 ട്രില്യണിൽ ഭൂരിപക്ഷവും അമേരിക്കൻ ഡോളേഴ്സാണ്, ട്രഷറി ബോൺസും എല്ലാം കൂടെ ചേർന്ന്. അതായത് അമേരിക്കയുടെ ഡോളറാണ് ചൈനയുടെ ആസ്തി. ഇത് സിമ്പിളായിട്ട് പറയാം. അപ്പൊ ഈ ലോൺ റീപേ ചെയ്യാനായിട്ടും ലോൺ വാങ്ങിക്കാനായിട്ടും ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ടും ഡോളർ വേണം. അപ്പൊ ആ ഡോളർ അർമാദിച്ച് നിൽക്കും എന്നുള്ളതിന് സംശയമുണ്ടോ? ഇല്ല. ഞാൻ അമേരിക്കയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 250 വർഷത്തിൽ ഏറെയായി അമേരിക്ക എന്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദ പവർഫുൾ നേഷൻ, ദ പവർഫുൾ ആർമി, ദ സിസ്റ്റം. അമേരിക്കയിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇറാനിലെ എക്സ്പാട്രിയേറ്റ് പോപ്പുലേഷൻ ഉണ്ട്. പുറത്ത് ഇറാനികളായിട്ടുള്ള അവർ പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. ഇറാനിലെ പെഷസ്കിയാനും അല്ലെന്നുണ്ടെങ്കിൽ കാലിഭാവും ഒക്കെ എന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ മനുഷ്യരാണ് ഈ പ്രകടനം നടത്തുന്നത്, അവരുടെ ബന്ധുക്കൾ ഇവിടെയുണ്ട്, അവരെ പിടിച്ച് പീഡിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹം ആരോപിച്ചുകൊണ്ട് സ്വത്തുക്കൾ ഗവൺമെന്റിലേക്ക് കൈയേറി. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള ഒരു പ്രാധാന്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് വീടുകൾ ഇവര് ബെൽജിയത്തിലും അഡ്ലൈഡിലും സിഡ്നിയിലും കാനഡയിലും ഒക്കെ നടന്ന പ്രകടനം നടത്തുന്നത്. പക്ഷേ ഇവരുടെ ഭൂമിയും സ്വത്തും കൈവശ വസ്തുക്കളും എല്ലാം ഇറാനിയൻ ഗവൺമെന്റ് കൈയേറിക്കൊണ്ടിരിക്കുകയാണ്. നിയമപരമായി അങ്ങനെ ഒരു നിയമം അമേരിക്കയിൽ പാസ്സാക്കാൻ പറ്റില്ല. അതാണ് ഈ വിശ്വസിക്കാവുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. അതിന്റെ നിയമവ്യവസ്ഥയാണ്. ഈ നിയമവ്യവസ്ഥ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഗവൺമെന്റിന് ആർബിട്രറി ആയിട്ട് എന്തും ചെയ്യാം, പിടിച്ചെടുക്കാം എന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്ന പൈസയിൽ ആളുകൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് ഇതെല്ലാം പിടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിനക്കില്ല പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമേരിക്കയിൽ നമുക്ക് പോയി കേസ് നടത്താം. അമേരിക്കൻ ഗവൺമെന്റ് നമുക്കെതിരായിരിക്കുന്നാൽ പോലും കേസ് നടത്താം. അപ്പൊ ഈ പൗരാവകാശങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അസ്പാറസിനകത്ത് ഉള്ളത് കൊണ്ട് ആളുകൾക്ക് എന്തോ അമേരിക്ക വെറുക്കുമ്പോഴും അമേരിക്ക വിശ്വാസമാണ്, വെറുക്കുമ്പോഴും ഇല്ല പറഞ്ഞോണം, ഏതോ ഇല്ല അഴകിയ രാമനിൽ പറഞ്ഞോണം, വെറുത്ത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക 250 വർഷത്തിൽ അതിന്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേ വരെ ഒരു കടം കൊടുക്കാതിരുന്നിട്ടില്ല, ഒരു ബാധ്യത പാലിക്കാതിരുന്നിട്ടില്ല. നെവർ ഡിഫോൾട്ടഡ്. എല്ലാവരും അമേരിക്കയോടാണ് ഡിഫോൾട്ട്, കടം കൊടുക്കാതിരിക്കും. അമേരിക്കയല്ലേ ഇത്. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു കറൻസി നമുക്ക് വേണ്ടി വരുന്നതെന്ന് ചോദിക്കാം. പണ്ട് ഗോൾഡ് ഉണ്ടായിരുന്നു, ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഗോൾഡ് ഉണ്ട്. പക്ഷെ ഗോൾഡ് വെച്ചൊന്നും നമുക്ക് ഇന്നത്തെ അവസ്ഥ, നമുക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും. പുതിയ വണ്ടി ഇറങ്ങുന്നു, അതൊക്കെ വാങ്ങിക്കണം. ഈ ഗോൾഡ് അതിന് വേണ്ടി എങ്ങനെ മിന്റ് ചെയ്തെടുക്കുന്നത്? അങ്ങനെ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് മാറിയത്. അത് ഞാൻ പറഞ്ഞ ഇറാനിലെ അവസ്ഥ, അതുപോലെ തന്നെ പിന്നെ റഷ്യയിലെ അവസ്ഥ. റഷ്യയിൽ എന്താ സംഭവിച്ച? യുദ്ധം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ കമ്പനികൾ, യൂറോപ്യൻ കമ്പനികൾ മൊത്തം പിടിച്ചെടുത്തു. അതിന് റഷ്യ പറഞ്ഞെന്താണ്? റഷ്യയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അത് അമേരിക്കയുടെയും വെസ്റ്റിന്റെയും ഡോമിനൻസ്. ശരിയാണെന്ന് ചോദിച്ചാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. യുദ്ധമോ മറ്റേതോ, പൈസ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലെ തിരിച്ചു കൊടുക്കണം. അതാണ് മര്യാദ. പക്ഷെ അമേരിക്ക എപ്പോഴും അത് വെപ്പണൈസ് ചെയ്യും. ഡോളറിന്റെ പവർ വെപ്പണൈസ് ചെയ്തുകൊണ്ടാണ് അമേരിക്ക പകുതി യുദ്ധം ജയിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, പാമ്പ് അതേപോലെയുള്ള ജീവികൾ ഈ വിഷം കുത്തിവെക്കുന്നത് ഇരയെ പകുതി
അല്ലെങ്കിൽ ഡോളറിന്റെ ഡോമിനൻസ് വെപ്പണൈസ് ചെയ്യുക എന്നുള്ളതാണ് അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇറാനിൽ ഇപ്പൊ ചെയ്യുന്നതല്ലേ, ഇറാന്റെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇറാൻ വിറ്റ പണം ഏതാണ്ട് $150 ബില്യൺ ഇറാന്റെ പല പല അക്കൗണ്ടിൽ, അറബ് രാജ്യങ്ങളിലെ അക്കൗണ്ടും മറ്റ് അന്താരാഷ്ട്ര മേലെ അക്കൗണ്ടും ഉണ്ട്. ആ പൈസ എല്ലാം കൂടെ കൊടുക്കാന്നുണ്ടെങ്കിൽ ഇറാൻ പൊട്ടിത്തെറിക്കും. അമ്മാതിരി പൈസ കിടപ്പുണ്ട്, കൊടുക്കില്ല. ഇതൊക്കെ ശരിയാണോന്ന് ചോദിച്ചാൽ ശരിയല്ല. പക്ഷേ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവര് ഏർപ്പെട്ടിരുന്ന ഒരു ട്രീറ്റി, അവർ അംഗീകരിച്ച ഒരു ട്രീറ്റി, അവർ ഒപ്പിട്ട ഒരു ട്രീറ്റി ലംഘിച്ചുകൊണ്ട് അവർ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരെണ്ണം നിങ്ങളൊരു തെറ്റ് ചെയ്താൽ തിരിച്ച് ചെയ്യാം എന്നുള്ളതാണ് അതിന്. അപ്പോ റഷ്യ അതാണ് ചെയ്തത്. റഷ്യ ഈ വിദേശ കമ്പനികളെല്ലാം പിടിച്ചെടുത്തു. അപ്പൊ അവിടെ ചോദ്യം ചെയ്യാൻ ഇപ്പൊ അവിടെ ചെന്ന എന്താണ് അവിടുത്തെ നിയമവ്യവസ്ഥയിൽ എന്നും ചിന്ത, അതെ ഞങ്ങളുടെ കമ്പനികൾ ഞങ്ങൾക്ക് ഇത് തരണം ഒന്നുമില്ല. ഇതാണ് അമേരിക്കയിലുള്ള ഒരു വിശ്വാസം, ഡോളറിലുള്ള ഒരു വിശ്വാസം. അവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, ആ നിയമവ്യവസ്ഥയിൽ നമുക്ക് പൊരുതി എടുക്കാം എന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഇംഗ്ലണ്ടിലും അതാണ് ഈ പറയുന്നത്, ഈ സുൽത്താൻമാരും അറബിലെ ഷെയ്ഖുമാരും എല്ലാം തന്നെ കുവൈറ്റ്, ഖത്തർ, അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെയാണ് വസ്തുവകകൾ മുഴുവൻ വാങ്ങിച്ചിരിക്കുന്നത്. അതൊന്നും പോവില്ല, അവിടെ ഉണ്ടാവണം എങ്കിലേ ആ രാജ്യത്തിന് വിശ്വാസം ഉണ്ടാവും. നമ്മളും എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരെയും പിടിച്ച് പറിച്ച് പോടാന്ന് പറഞ്ഞ് വിടുമെന്നല്ല എൻ്റെ അർത്ഥം. ഇതൊക്കെ വളർത്തിയെടുക്കുന്ന ഒരു ട്രസ്റ്റാണ്. വിശ്വാസം എന്ന് പറയുന്ന സാധനം എക്കണോമിക്സിൽ നമ്പർ 1, 2, 3 ആണ്. ട്രസ്റ്റാണ്. ഈ കറൻസി, ഞാനൊരു പേപ്പർ വരുമ്പോൾ വേറൊരാള് ഇപ്പൊ നമ്മുടെ നോട്ടിന് നമ്മൾ പറയുന്നത് ലീഗൽ ടെൻഡർ എന്നാണ്. എന്താ ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇപ്പോ ഒരാൾക്ക് 1000 രൂപ കൊടുക്കാൻ വേണ്ടി, അല്ലപ്പോൾ 1 കോടി രൂപ കൊടുക്കാൻ വേണ്ടി, ജസ്റ്റ് സ്വപ്നം കാണാമല്ലോ. അപ്പൊ ഞാൻ ഒരു 1 കോടി രൂപ കൊണ്ടുവന്ന് എൻ്റെ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് അയക്ക് കൊടുക്കുന്നു. അയാൾ പറഞ്ഞു എനിക്കിത് എടുക്കാൻ പറ്റില്ല, ഞാനിത് ഇങ്ങനെ ചുവന്നുകൊണ്ട് പോകും, ഇതെവിടെ കൊണ്ടുപോക്കും, എനിക്കിത് പറ്റില്ല, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഞാൻ പറയുന്നു നിനക്ക് വേണമെങ്കിൽ എടുക്കടാ, അല്ലെങ്കിൽ നിന്റെ വാട്ടിൽ പോകും എന്നെനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എനിക്കല്ല പിന്നെ ലോൺ കൊടുക്കണ്ടേ? ഞാൻ ലീഗൽ ടെൻഡർ ആയിട്ടുള്ള മണിയാണിത്. അതായത് നീ അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. നിനക്ക് പറയാൻ പറ്റത്തില്ല അതിനകത്ത് ഇങ്ങനെ അയച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. ലീഗൽ നിഷേധിക്കാൻ പറ്റില്ല. നിഷേധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ ലോൺ ഇല്ല, ആ പൈസ ഞാൻ തിരിച്ചു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് പലരും ചില കടകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ പൈസ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നോട്ടുണ്ടോ, എനിക്ക് UPI വേണ്ടെന്ന് പറയും. അതൊക്കെയാണ്. തിരിച്ച് നമ്മൾ കറൻസി കൊടുക്കുമ്പോൾ എനിക്ക് കറൻസി വേണ്ട, UPI ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആരും പറയാറുമില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോ പിന്നെ ഞാൻ മറ്റൊന്ന് പറയുന്നത്, അമേരിക്കയിലെ ക്യാപിറ്റൽ മാർക്കറ്റ്, അതിന്റെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. നിങ്ങൾക്ക് വമ്പൻ $100 ബില്യൺ കിട്ടി. അവിടെ എന്തെങ്കിലും വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യണം. എവിടെ നടക്കും? ഇവിടെ ഒന്നും നടക്കില്ല, താങ്ങാൻ പറ്റില്ല. റിസർവ് ബാങ്ക് ഒക്കെ $100 ബില്യൺ, അത് ആർക്കാ? എന്താണ്? സുഖമായിട്ട് പോയി അവിടെ കുറെ ബോണ്ടും വാങ്ങിച്ച് സുഖമായിട്ട് അവിടെ സെറ്റിൽ ചെയ്യാം. പിന്നെ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത്ര $1 മില്യൺ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അപ്പോഴേ പൗരത്വമാണ്. പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങാനുള്ള, അവിടെ ബിസിനസ് തുടങ്ങാനായിട്ട് ലംബായിട്ട് പൈസ കൊണ്ടിച്ചെല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കാര്യങ്ങൾ. അവിടെ ബിസിനസ് തൊഴിൽ നടത്തി നിങ്ങൾ അവിടെ എല്ലാവർക്കും ജോലിയൊക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൗരത്വം കിട്ടും. അതിൻ്റെ ഒരു നിരക്ക് എത്രയാണെന്ന് തോന്നുന്നു, എനിക്കൊന്ന് 1 മില്യൺ ആണോ അങ്ങനെ തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ബട്ട് എല്ലാം മണി ടേംസിലാണ്. മണി അത്ര മോശം കാര്യമൊന്നുമല്ല. പിന്നെ സേഫ്റ്റി ഓഫ് അസറ്റ്, ഡീപ്പായിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ്. നിങ്ങൾക്കറിയാം ഈ പെട്രോ ഡോളർ അനുസരിച്ച് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം നോർവേ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു. ഈ എണ്ണ വാങ്ങിക്കുന്നത് ഫ്രാൻസിന്റെ ഫ്രാങ്ക് ആണ്, നോർവേയുടെ ക്രോണ. പക്ഷെ അവർ തമ്മിൽ ഉഭയകക്ഷി കരാർ അല്ല ഉള്ളത്, അവർ സ്വിഫ്റ്റ് വഴിയാണ് നടത്തുന്നത്. അപ്പൊ ആ അക്കൗണ്ട് അവസാനം മാറുന്നത് മാൻഹട്ടനിലെ, ന്യൂയോർക്കിലെ 2 ബാങ്കുകളിലായിരിക്കും. ഫ്രാൻസും നോർവേ ആയിട്ടുള്ള കച്ചവടം സെറ്റിൽ ചെയ്യുന്നത് ന്യൂയോർക്കിലായിരിക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇനി ഈ ഡോളർ വരുന്നതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. സമയം പോകുന്ന എനിക്കറിയാം, എന്നാലും പണ്ട് ഈ ബ്രിട്ടനിൽ 2 നാണയങ്ങളുണ്ടായിരുന്നു. ഒന്ന് വെള്ളി നാണയവും സ്വർണ്ണ നാണയം. വെള്ളി നാണയത്തെ മുഴുവൻ നിഷ്കാസിതമാക്കിക്കൊണ്ട് സ്വർണം മാത്രമായിട്ട് മാറി. അത് 1717 നമ്മളുടെ ഐസക് ന്യൂട്ടൺ അതിനകത്ത് വളരെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാര്യം ഐസക് ന്യൂട്ടനോട് പറഞ്ഞു, ഹി വാസ് എ മിൻ മാസ്റ്റർ. പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യും. അന്നത്തെ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും, പിന്നെ തേങ്ങ അടത്ത് തൊട്ട് എല്ലാ കാര്യങ്ങളും ഈ ശാസ്ത്രജ്ഞനായിരിക്കും ചെയ്യുന്നത്. ഒരു കാര്യം മാത്രം ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളൊന്നുമില്ല. അപ്പോൾ പുള്ളി മിൻ മാസ്റ്റർ ആയിരുന്നു. പുള്ളിയൊക്കെ പറഞ്ഞു ഈ സ്വർണത്തിന് വില കൂടുതലാണ്, വെള്ളിക്ക് കുറവാണ്. അപ്പൊ ഇത് തമ്മിലുള്ള അനുപാതം ഒന്ന് ക്രമീകരിക്കുക, ആകെ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു
അപ്പോൾ പുള്ളി അതിൻ്റെ അനുപാതം ക്രമീകരിച്ചത് ഒരു ഗിനി സ്വർണത്തിന് 21 ഷെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ അത് ആക്ച്വലി മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതലായിരുന്നു. ആക്ച്വലി എക്സിസ്റ്റിംഗ് ഔദ്യോഗിക നിരക്കെന്ന് പറഞ്ഞാൽ അതിലും കൂടുതലായിരുന്നു. അത് പുള്ളി ഇച്ചിരി കുറച്ചാണ് സെറ്റ് ചെയ്തത്. പക്ഷെ ആ കുറച്ചത് പോലും മാർക്കറ്റ് റേറ്റിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും സ്വർണം കൊണ്ടുവന്ന് വെള്ളി കൊണ്ടുവന്ന് ഗവൺമെൻറ് കൊടുത്തിട്ട് സ്വർണം വാങ്ങിക്കാൻ വേണ്ടി. എന്നിട്ട് ഇവർ വെള്ളിയെല്ലാം ഈ ഇന്ത്യ, ആഫ്രിക്ക, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ വെള്ളി അവിടെ നിന്ന് പോയി. ഇതാണ് സൈക്കോളജി തന്നെ. സ്വർണം മാത്രം. അങ്ങനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആദ്യം കൊണ്ടുവരുന്നത് ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരാളെടുത്ത തീരുമാനത്തിലൂടെയാണ്. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടേക്കും, ദ ബ്ലണ്ടർ ഓഫ് ഐസക് ന്യൂട്ടൺ. ബ്ലണ്ടർ ഒന്നും അല്ല, ഇത് മനുഷ്യൻ അങ്ങനെയാണ്. ഐസക് ന്യൂട്ടൺ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഐസക് ന്യൂട്ടന്റെ കറക്ഷൻ ഇല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായനെ. അത് പോട്ടെ. അങ്ങനെയാണ് ഈ സിൽവർ മാറ്റിയിട്ട് ഗോൾഡ് സ്റ്റാൻഡേർഡ് വരുന്നത്. ഗോൾഡിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അമേരിക്കയിൽ ആദ്യമായിട്ട് കറൻസി ഇറക്കുന്നത് 1792 ഡോളർ ഒരു നാണയമായിട്ട് ഇറക്കുന്നത്. നാണയമായിട്ട് മാത്രമേ പോകുന്നു. അതിനുശേഷം ഇത് കറൻസി ആയിട്ട് ആദ്യം ഇറക്കുന്നത് അവരുടെ സിവിൽ വാർ സമയത്താണ്. എബ്രഹാം ലിങ്കൺ സിവിൽ വാർ, അടിമകളുടെ വിമോചനം. അന്ന് അവർ ആദ്യം ഇറക്കിയ ഡോളറിനാണ്. ഇതിനാണ് ഗ്രീൻ ബാക്ക് എന്ന് പറയുന്നത്. ഗ്രീൻ ബാക്ക് എന്ന് പറയാൻ അതിൻ്റെ ബാക്ക് ഗ്രീൻ ആണ്. ബാക്ക് ഗ്രീൻ ആയതുകൊണ്ടാണ് ഗ്രീൻ ബാക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന നോക്ക്, അതിൻ്റെ ഫ്രണ്ടിലുള്ളത് സാൽമൺ പി ചേസ് എന്ന് പറയുന്ന അന്നത്തെ സെക്രട്ടറി ഓഫ് ട്രഷറി ആണ് ഫ്രണ്ടിലെ പടമുള്ളത്. അതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് ദിസ് നോട്ട് ഈസ് ലീഗൽ ടെൻഡർ ഫോർ ഓൾ ഡെപ്റ്റ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എക്സെപ്റ്റ് ഡ്യൂട്ടീസ് ഓൺ ഇമ്പോർട്ട് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ പബ്ലിക് ഡെപ്റ്റ്. അവിടെ കസ്റ്റംസ് അവിടെ ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് സ്വർണം തന്നെ വേണം. അമേരിക്കയിലെ നോട്ട് ആഫ്രിക്കയിൽ എടുക്കത്തില്ല. അന്നാണേ 1861-62. പക്ഷെ ബാക്കിയുള്ള പ്രൈവറ്റ് വ്യക്തികളും ഗവൺമെന്റുമായിട്ടുള്ള ട്രാൻസാക്ഷനെല്ലാം ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് 4 തരം നോട്ട് ആദ്യമായിട്ട് 61, 62 ഇറക്കി. ഇതിനെയാണ് ഗ്രീൻ ബാക്ക്. ഇപ്പോഴും അമേരിക്കൻ ഡോളറിനെ ഗ്രീൻ ബാക്ക് എന്നാണ് വിളിക്കുന്നത്. ബാക്ക് ഗ്രീൻ എന്നുള്ള അർത്ഥമാണ്. 1900 ആകുമ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആക്ട് പാസ്സാക്കുന്നു. ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് അമേരിക്കയും വരുന്നു. ഗോൾഡാണ് പ്രധാനം. പിന്നീട് അന്ന് റൂസ്വെൽറ്റിന്റെ കാലഘട്ടത്തിൽ 1934 ഗോൾഡിനായിട്ടുള്ള അനുപാതം അത് ക്രമീകരിക്കുന്നു. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ട് അതിന് സ്ട്രെസ് ചെയ്യുന്നില്ല. പിന്നെ ഇതാണ് സംഭവം. 1944 മറക്കരുത് ജീവനുള്ള കാലത്തോളം. എന്താണ് ബ്രട്ടൻ വുഡ്സ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്? 2ാം ലോകമഹായുദ്ധത്തിന്റെ അവസാനമാവും. ചത്തിട്ടില്ല, കുഴിച്ചിടാൻ പോവുകയാണ്. എല്ലാം തീർന്നിട്ടില്ല. ജപ്പാൻ അന്നേരവും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 44 രാജ്യങ്ങളിൽ നിന്ന് 730 ഡെലിഗേറ്റുകൾ ന്യൂ ഹാംഷെയറിലെ മൗണ്ട് വാഷിംഗ്ടൺ ഗ്രാൻഡ് ഹോട്ടൽ അവിടെയാണ് അവർ ചേരുന്നത്. അവർ ചേർന്ന് എന്താ തീരുമാനിക്കുന്നത്? ലോകത്തിലെ റിസർവ് കറൻസി ആയിട്ട് നമ്പർ 1 എക്സ്ചേഞ്ച് മാധ്യമമായിട്ട് ഡോളറിന്റെ അവരോഹണം നടക്കുന്ന 1944. അന്ന് അത് ഗോൾഡ് സ്റ്റാൻഡേർഡാണ്. അമേരിക്ക പറഞ്ഞു $1 ഇത്ര സ്വർണം വെച്ച് ഞങ്ങൾ തരാം. 1920 വരെ പൗണ്ട് സ്റ്റെർലിംഗ് ആയിരുന്നു. 1ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രിട്ടന്റെ വീണു. അങ്ങനെയാണ് പോകുന്നത്. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും വീണു, അമേരിക്ക നിൽക്കുന്നു. 2ാം ലോകമഹായുദ്ധമാണ് അമേരിക്ക ഉണ്ടാക്കിയത്. സൈനികമായും സാമ്പത്തികമായും ഇന്നത്തെ അമേരിക്കയുടെ നിർമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറാണ്. യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ള മാറ്റങ്ങളാണ് ലോകത്ത്. എല്ലാവരും വീണപ്പോ ഉയർന്നു വന്ന താരകം അതായിരുന്നു അമേരിക്ക. ഈ ബ്രട്ടൻ വുഡ്സ് എഗ്രിമെന്റ് 1944 ഇതിന് ശേഷം പിന്നെ സംഭവിക്കുന്ന വളരെ നാടകീയമായ സംഭവമാണ് 1971 നിക്സനെ കുറിച്ച്. നിക്സന്റെ പ്രത്യേകത എന്താ? നിക്സൺ 2 പ്രാവശ്യമായിട്ട് 5.5 വർഷം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട്. 2 പ്രാവശ്യം 5.5 വർഷം. 5.5 വർഷമായപ്പോൾ 8 വർഷം പൂർത്തിയാക്കാതെ 5.5 വർഷമായ പുള്ളി അപമാനിതനായിട്ട് വാട്ടർ ഗേറ്റ് സംഭവം കാരണം ഇറങ്ങിപ്പോയിരുന്നു. ഈ നിക്സൺ ആള് പുലിയാണ്. കാരണം നിക്സന്റെ കണക്ക് കോൺസിക്വൻഷ്യലായ ഒരു പ്രസിഡന്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് നിക്സന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. മനുഷ്യൻ ചന്ദ്രനിൽ പോയി. നിക്സന്റെ കാലഘട്ടത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ. എല്ലാ യാത്രകളും നിക്സന്റെ കാലഘട്ടത്തിലായിരുന്നു. അപ്പോളോ 13, അപ്പോളോ 11, അപ്പോളോ 12, അപ്പോളോ 17 വരെ പോയത് നിക്സന്റെ കാലഘട്ടത്തിലാണ്. അത് സ്റ്റോപ്പ് ചെയ്തതും ചവിട്ടി നിർത്തിയതും നിക്സനാണ്. 72
വേറെ ഒരു പ്രസിഡന്റും മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചിട്ടില്ല. ഇത് പറയാറുണ്ട്. ഞാൻ എന്നൊരു പുസ്തകം എഴുതിയപ്പോൾ അതിനകത്ത് പറഞ്ഞു, എന്തുകൊണ്ട് നിക്സൺ ഒരു വല്ലാത്തൊരു ടഫ് കസ്റ്റമർ ആണല്ലോ, പുള്ളിയുടെ കാലത്ത് മാത്രം പോയി, പിന്നെ വേറെ ആർക്കും അയക്കാൻ പറ്റുന്നില്ല എന്ന്. അത് പോട്ടെ, അത് വേറെ കാര്യം. പക്ഷേ ദാറ്റ് ഈസ് ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ നിക്സൺ ഷോക്ക്, August 15 അറിയാം, ആ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. 1971 August 15 നിക്സൺ ലോകത്തെ വറപ്പിച്ചു. ബ്രട്ടൺ വുഡ് എഗ്രിമെന്റിൽ നിന്ന് ഏകപക്ഷീയമായി വിയറ്റ്നാം യുദ്ധത്തിന്റെ ക്ഷീണവും മറ്റൊരുപാട് പ്രശ്നങ്ങളും ഒക്കെ പരിഗണിച്ച് അമേരിക്ക പിന്മാറി. എന്താണ് ആ പിന്മാറ്റത്തിന്റെ അർത്ഥം? ഞങ്ങളുടെ കറൻസി ഇനി ഫിയറ്റ് കറൻസിയാണ്, ഫിയറ്റ് മണി എന്ന് പറഞ്ഞാൽ പൈസ ഞങ്ങൾ തരും, നിങ്ങൾ വാങ്ങിക്കണം, ചെയ്യണം, എല്ലാവരും ഹാപ്പി. പിന്നെ അത് സ്വർണ്ണമൊന്നും തരത്തില്ല, സ്വർണ്ണമൊന്നും ഇല്ല ഞങ്ങൾ. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകത്തെ മുഴുവൻ സ്വർണത്തിന്റെ 70% അമേരിക്കയിലായിരുന്നപ്പോഴാണ് ഈ ബ്രട്ടൺ വുഡ് എഗ്രിമെന്റ് വരുന്നത്. ഇപ്പൊ അമേരിക്കയിൽ അതിനു വേണ്ടി സ്വർണ്ണം ഉണ്ടോ? ആവശ്യങ്ങൾ വർദ്ധിക്കുകയാണ്, പുതിയ ആളുകൾ തുടങ്ങുകയാണ്, പുതിയ സംരംഭങ്ങൾ വരികയാണ്, പൈസ കൂടുതൽ വേണം, ഇതിനെല്ലാം സ്വർണം മിന്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോഴത്തേക്ക് ലോകം മുഴുവൻ പറഞ്ഞു ഇനി സ്വർണം തരുന്നില്ല, ഫിയറ്റ് കറൻസി. ഇതെല്ലാം ഫിയറ്റ് കറൻസി. ഇപ്പൊ നിങ്ങൾ 10 രൂപ വന്നു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് ഒന്നുമില്ല, 10 രൂപ പേപ്പറാണ്. 10 രൂപയുടെ മൂല്യം ഉണ്ടെന്ന് നിങ്ങളും കരുതും, ഞാനും കരുതും, നമ്മൾ സന്തോഷം. അതിനാണ് ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത്. ഗോൾഡ് സ്റ്റാൻഡേർഡ് പോവുകയാണ്. 71 നിക്സൺ വന്ന് പരസ്യമായിട്ട് TV പറയുകയാണ്, യൂട്യൂബ് അടിച്ചു നോക്കിയാൽ കാണാം, ഇതൊന്ന് കാണണം നിക്സന്റെ ആ പ്രസംഗം. അത് എത്ര ഞെട്ടലോടെ കൂടിയായിരിക്കും ലോകമെമ്പാടും കേട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനായിട്ടുള്ള SALT I ട്രീറ്റി, നിരായുധീകരണം. പിന്നെ ചൈനയിലേക്ക് ആദ്യമായി പോയ ഇന്ന് ചൈന ഉണ്ടാകാൻ കാരണം നിക്സണും കിസിഞ്ചറുമാണ്. ഡെങ് സിയാവോപിങ് പിന്നെയാണ് വരുന്നത്. സോവിയറ്റ് യൂണിയന് ബദലായിട്ട് ചൈനയെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് വരുന്നത് നിക്സന്റെ കാലഘട്ടത്തിലാണ്. റഷ്യയും ചൈനയും രണ്ടും ആയിരുന്നു, അതറിയാമല്ലോ നിങ്ങൾക്ക്, അന്നത്തെ കാലത്ത് ഉള്ളവർക്കൊക്കെ അറിയാം. പിന്നെ അതുപോലെ തന്നെ 1971 നിക്സൺ ഷോക്ക്, 1974 പെട്രോ ഡോളർ കരാർ. ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു. ആര്? സൗദി ഷെയ്ഖ് അല്ല, അവിടുത്തെ കിങ്, അദ്ദേഹത്തിന്റെ പേര് ഫസൽ ഓർ കിങ് ഫൈസൽ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഒപ്പിടുന്നു. ഇത്രേ ഉള്ളൂ. സൗദി ഇനി മുതൽ എല്ലാ എണ്ണ വ്യാപാരവും ഡോളറിൽ നടത്താമേ. പകരം എന്തുണ്ട്? US will agree to provide military protection to Saudi Arabia in exchange for kingdom pricing oil exclusively in US dollars. നിങ്ങൾക്ക് സൈനിക, സാമ്പത്തിക എല്ലാ സഹായം, പ്രൊട്ടക്ഷൻ എല്ലാം തരാം, ഇതിന്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? സൗദി ഒപ്പിടുന്നു. 50 വർഷത്തെ കരാറാണ്. സൗദിക്ക് എന്തെങ്കിലും നഷ്ടം? ഒരു നഷ്ടവുമില്ല സൗദിക്ക്. ഞാൻ പറഞ്ഞുതരാം. ഇതുമൂലമുള്ള ഒരു ഗുണവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡോളറിന് വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ ഡോളർ, അവിടെ അമേരിക്കയിൽ വിലക്കയറ്റം ഉണ്ടാവോ, ഇൻഫ്ലേഷൻ ഉണ്ടാവോ, എന്തുണ്ടായാലും ഡോളറിന് എല്ലാവർക്കും ആവശ്യമാണ്. ഡോളർ ഇങ്ങനെ നിങ്ങൾക്കറിയാവോ, ഈ കോവിഡ് സമയത്ത് ഏതാണ്ട് $4 ട്രില്യൺ ഡെഫിസിറ്റ് ഫൈനാൻസിൽ പ്രിന്റ് ചെയ്തിറക്കിയത്. അവിടുത്തെ ആളുകൾക്ക്, ഈ കോവിഡ് സഹിക്കാൻ വയ്യാത്ത ആളുകൾക്ക് ഇത് കൊടുക്കാനും വെൽഫെയർ സ്കീമിനും അതിനും ഇതിനൊക്കെ ആയിട്ട് കൊടുത്താണ്. ഈ പൈസ $4 ട്രില്യൺ ഇന്ത്യയുടെ GDP ആണ്. ഇന്ത്യയുടെ GDP ആണ് 4.2 ട്രില്യൺ. ഇത് അവിടെ അമേരിക്കയിൽ പ്രിന്റ് ചെയ്തിറക്കിയപ്പോ എന്താ സംഭവിച്ചേ? അമേരിക്ക എത്ര ഇൻഫ്ലേഷൻ വരണ്ടല്ലേ? മണി സപ്ലൈ കൂടുമ്പോൾ ഇൻഫ്ലേഷൻ കൂടണ്ടല്ലേ? കൂടിയില്ല. അമേരിക്കയിലെ ഇൻഫ്ലേഷൻ എപ്പോഴും 2.5-3% അത്രയൊക്കെ ഉള്ളൂ, അല്ലെ മാക്സിമം 4%. അമേരിക്കയിൽ എപ്പോഴും ലോവർ ഇൻഫ്ലേഷൻ ആണ്. ഇത്രയും മണി വേറെ ആരെങ്കിലും ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ ഇൻഫ്ലേഷൻ 10,000 പോയത്. കാരണം ഇവൻ ഇൻഫ്ലേഷൻ കയറ്റി അയക്കുകയാണ്. ഈ പൈസ എല്ലാം അമേരിക്കയിലല്ല സ്പെൻഡ് ചെയ്യുന്നത്, ഇത് ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കണം. നമ്മുടെ കയ്യിരിക്കുന്ന പൈസ അല്ലെ ഡോളർ അല്ലെ നമ്മുടെ GDPയുടെ മൂല്യം കുറയാണ് അവൻ അവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് അപ്പോഴത്തെ മനസ്സിലായോ? അവൻ അവിടെ 1 ട്രില്യൺ അധികം പ്രിന്റ് ചെയ്യുമ്പോൾ അത് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് എണ്ണ വാങ്ങിക്കാനും, വിമാനം വാങ്ങിക്കാനും, ആയുധം വാങ്ങിക്കാനും, മെഡിസിൻ വാങ്ങിക്കാനുമായിട്ട് ഇങ്ങനെ പറന്ന് പോവുകയാണ്. അത് അമേരിക്കയിൽ കിടന്ന് കളിക്കുന്നില്ല, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നില്ല. മണി സപ്ലൈ കൂടുമ്പോൾ കുറച്ച് സാധനം, കൂടുതൽ പൈസ, ഇൻഫ്ലേഷൻ. ഇതാണല്ലോ സിമ്പിൾ എക്കണോമിക്സ്. ഇതങ്ങനെ സംഭവിക്കുന്നില്ല. ആക്ച്വലി ദേ ആർ എക്സ്പോർട്ടിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അവർ എക്സ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കൂടെ കൊടുത്ത് ഇങ്ങനെ ഒരു പവർഫുൾ പൊസിഷനിൽ, അസൂയാവഹമായ ഒരു സ്ഥാനത്ത് ലോകത്ത് ഏതെങ്കിലും രാജ്യം ഉണ്ടോ? ചിന്തിക്കുക. ഇത് ഇപ്പോഴും കണ്ടിന്യൂ വന്നു. 2024 ആയപ്പം ഈ പെട്രോ ഡോളർ കരാർ തീർന്നു. ഈ പെട്രോ ഡോളർ കരാർ സൗദി തുടങ്ങിയത് കൊണ്ടാണ് അമേരിക്ക രക്ഷപ്പെട്ടതെന്ന് പറയുന്നത്. കാരണം വെള്ളം താഴോട്ടേ ഒഴുകും.
എന്തിനാണ് സൗദി അങ്ങനെ തുടങ്ങിയത്? സൗദിക്ക് നേട്ടമുണ്ട്, സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും അമേരിക്കയുടെ പരിരക്ഷ അതവർ നേടി. അവര് ഓയിൽ വിട്ട് എണ്ണ ഉണ്ടാക്കി, എന്നിട്ട് അമേരിക്ക കൊണ്ടുവന്ന് നിക്ഷേപിക്കണം. വേറെ എവിടെയാ? അമേരിക്ക കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. വൻതോതിലുള്ള സെക്യൂരിറ്റി ബോണ്ട്സ് അവരുടെ കയ്യിലുണ്ട്. ബാക്കി എല്ലാ രാജ്യങ്ങളും അത് തന്നെ ചെയ്ത്. ഖത്തറും കുവൈറ്റും ബഹറിനും എല്ലാവരും പിന്നെ ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ എണ്ണ വ്യാപാരം എന്ന് പറയുന്നത് ഡോളറിൽ മാത്രമായി. അപ്പൊ അത് മ്യൂച്വലി ബെനിഫിറ്റിംഗ് ആയതുകൊണ്ടാണ് ചെയ്തത്, അല്ലാതെ അമേരിക്ക ഇമ്പോസ് ചെയ്തൊന്നുമില്ല. ഈ സാമ്പത്തിക കാര്യത്തിൽ ഒരിക്കലും ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഒരാൾക്ക് നിങ്ങൾ കടം കൊടുക്കുമോ? ഇല്ല. ഒരാൾ കൃത്യമായിട്ട് തിരിച്ചു തരുന്ന ഒരാളാണ്, നിങ്ങൾ കടം കൊടുക്കും, ഇൻട്രസ്റ്റ് സഹിതം കൊടുക്കും. സാമ്പത്തികം വൈകാരികമല്ല, സാമ്പത്തികം വളരെ ഒബ്ജക്റ്റീവ്. മറ്റേത് ചാരിറ്റിയാണ്, അല്ലേ? നമ്മൾ പലരും പൈസ ഒഴിക്കുമ്പോൾ നമ്മുടെ പല രീതിയിലാണ് നമ്മുടെ മുഖം വരുന്നത്, അല്ലേ? അതെന്താണ്? തിരിച്ച് കിട്ടബിലിറ്റി എന്ന് പറയും മലയാളത്തിൽ. അതാണ് ഇത്. നോക്കുക. അതുപോലെ തന്നെ എണ്ണവില, നിങ്ങൾ എണ്ണവിലയുടെ ഏതെങ്കിലും ഒരു സംഖ്യ നോക്ക്, മൊത്തം എഴുതിയിരിക്കുന്ന WTI ക്രൂഡ്, ബ്രന്റ് ക്രൂഡ്, വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ്, ദുബായ്, ഒമാൻ, ഇതെല്ലാം ഡോളറിലാണ് വിലയിട്ടിരിക്കുന്നത്. നിങ്ങൾ ആ നാട് ക്രൂഡ് ഓയിൽ ടുഡേ ചിലപ്പോൾ ഇന്ന് എണ്ണവില ഇത്രയായിട്ട് കൂടി എന്ന് പറയാറുണ്ട്. ഇപ്പൊ എത്ര എണ്ണവില? പല പല എണ്ണകളുണ്ട്. സൾഫർ കൂടിയ എണ്ണയുണ്ട്, സൾഫർ കുറഞ്ഞ എണ്ണയുണ്ട്, അവിടെ നോർത്ത് സീയിൽ നിന്ന് എടുക്കുന്ന എണ്ണയുണ്ട്, ഗൾഫ് റീജിയനിൽ നിന്ന് എടുക്കുന്ന എണ്ണയുണ്ട്, സൾഫർ കൂടിയ റഷ്യയുടെ എണ്ണയുണ്ട്, അമേരിക്കയുടെ സ്വീറ്റ് എണ്ണയുണ്ട്. വളരെ ട്രംപ് എന്നാൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് സ്വീറ്റ് എന്ന് പറയുന്നത് എന്താ എനിക്ക് മനസ്സിലായി, കുടിക്കാമോ എന്നൊക്കെ ട്രംപ് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൾഫർ കുറഞ്ഞ, കട്ടി കുറഞ്ഞ ക്രൂഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ബാരൽ, ഇത്ര ഡോളർ പെർ ബാരൽ. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 159 ലിറ്റർ ആണ് ഒരു ബാരൽ. അത് ഇപ്പൊ 100, 107 ഒക്കെയാണ്. ഞാൻ ഇവിടെ ഒരു വളരെ സിമ്പിളായിട്ടൊരു പ്രവചനം നടത്താം. ഈ യുദ്ധം ഒന്ന് കഴിഞ്ഞോട്ടെ, എണ്ണയുടെ വില വൻതോതിൽ കുറയും. കാരണം എണ്ണ എന്ന് പറയുന്ന സാധനം വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റിയാണ്. എല്ലാവരും കുഴിക്കുമ്പോൾ എണ്ണ വരിക. പണ്ടേ തുടങ്ങിയ പല പദ്ധതികളെല്ലാം റെഡി ആയിട്ട് വരികയാണ്. ഇപ്പൊ പുതിയ പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. ബ്രസീലുണ്ട്, കാനഡയുണ്ട്. കാനഡയൊക്കെ ഭയങ്കര എണ്ണ ഇതല്ലേ. നോർവേ, ഗയാന, ഈ ഒപ്പൊക്കെ ഇന്നലെ കണ്ടില്ലേ, ഇവരിറങ്ങിപ്പോയ കണ്ടില്ലേ, യു എ ഒക്കെ ഇറങ്ങിപ്പോയത്. കാരണം UAE എണ്ണ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെ പേര് പിടിച്ചിരിക്കുക. സൗദി പറയാം, ഇത്രയും പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എണ്ണയുടെ വില കുറയും, നമുക്ക് കുറേശ്ശെ പ്രൊഡ്യൂസ് ചെയ്യാം. സൗദിയും കുറെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ UAE പറഞ്ഞു എൻ്റെ ആകെ ഇത്രേ ഉള്ളൂ, ഞാൻ ഉള്ള സമയത്ത് കിട്ടുന്ന സമയത്ത് വിറ്റ് കാശാക്കട്ടെ. അങ്ങനെയാണ് ഒപ്പക്കിൽ നിന്ന് UAE പിന്മാറി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ യുറാൽ, റഷ്യയുടെ ഇതെല്ലാം തന്നെ ഡോളറിലാണ് ഇതിന്റെ വിലയും എക്സ്ചേഞ്ച് എല്ലാം. എനിക്ക് ഈ അടുത്തിടെ വന്ന ഒരു മെസ്സേജ്, ഇന്റർനെറ്റിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അതൊരു പഴയ കാര്യമാണ്. അതായത് അമേരിക്കയുടെ GDP എത്ര? നമ്മുടെ 4.2. ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു താരതമ്യം, അല്ല അന്തവും കുന്തവും ഇല്ലാതായിരുന്നു. അമേരിക്കയുടെ GDP എന്ന് പറഞ്ഞാൽ 31.6 ട്രില്യൺ ആണ്. നമ്മൾ 4.2, 31.6. ചൈന 19. ഇപ്പൊ ഒരു സിസ്റ്റമാണല്ലോ. ഈ 31.6 ട്രില്യൺ US ഡോളർ GDP ഉള്ള അമേരിക്കയുടെ കടം എത്രയാണ്? 39 ട്രില്യൺ. Is it wonderful? ഓക്കെ, ഇവിടെ ഓരോരുത്തരും ചോദിക്കുന്നു അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ കടക്കാരൻ. ആണ് 100 തരം. അതിനെ വലിയ 3, 4, 5 തരം. അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ കടക്കാരൻ. അമേരിക്കയുടെ ഉള്ളത് 32 ട്രില്യണിൽ താഴെ. അമേരിക്കയുടെ കടം 39 ട്രില്യൺ. എങ്ങനെ നടക്കും? നമ്മൾ പറയാം റോൾ ചെയ്ത് പോകുമെന്ന് പറയും, അല്ലേ? പക്ഷെ റോൾ ചെയ്ത് പോകണമെങ്കിൽ ഇതിനകത്ത് വേണം റോൾ ചെയ്യാം. പക്ഷെ ഇത് ലോകത്തെ മൊത്തം നോക്കുമ്പോൾ അമേരിക്കയിൽ ചെന്ന് നിൽക്കുകയാണ് ഈ സാധനം. അമേരിക്ക എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അപ്പം ഞാൻ ഈ കടം ഒന്ന് ഒരു ശതമാനത്തിലേക്കാക്കാൻ പോകണേ. 125% കടം, GDPയുടെ 125% കടം. അപ്പൊ ചോദിക്കും ഇന്ത്യയുടെ കടം എത്രയാണ്? ഇന്ത്യയുടെ കടം എന്ന് പറയുന്നത്, കടം 2 രീതിയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൈസയും അകത്തുനിന്ന് വാങ്ങിക്കുന്ന പൈസ. അതായത് നമ്മുടെ ജനങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കുന്ന പൈസ, ഗവൺമെന്റ് വാങ്ങിക്കുന്ന പൈസ. ഇതാണ് രണ്ടും കൂടെ ചേർന്നാണ് ഇന്റേണൽ ഡെറ്റും ഫോറിൻ ഡെറ്റും കൂടെ ചേർന്നാണ് നമ്മുടെ ഡെറ്റ് വരുന്നത് മൊത്തം. ഇന്ത്യയെ സംബന്ധിച്ച് 82% ഓഫ് GDP ആണ് നമ്മുടെ കടം. അതായത് നമ്മുടെ GDPയുടെ 82% കടമാണ് നമ്മൾ. മനസ്സിലായോ? പാകിസ്ഥാന്റെ ആണെങ്കിൽ 70-72 ഉള്ളൂ.
പാകിസ്ഥാൻ ഇത്രയും കടമൊക്കെ വാങ്ങിക്കുന്ന രാജ്യമാണ്, തെണ്ടി നടക്കുന്ന രാജ്യമാണെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ നമ്മളെക്കാൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള രാജ്യമാണോ? അല്ല. കാരണം നമ്മുടെ ഈ 80-82 എന്ന് പറയുന്നതിൽ 2 കമ്പോണന്റ് ഉണ്ട്. പുറത്തുനിന്നുള്ള കടം, വിദേശ കടം, അകത്തുനിന്ന് നമ്മുടെ ആളുകളിൽ നിന്ന് വാങ്ങിക്കണം. നമ്മുടെ കടത്തിന്റെ ഏതാണ്ട് 97.3% നമ്മൾക്കിടയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റ് വാങ്ങിച്ചിട്ടുള്ള പൈസ. നമ്മൾ തമ്മിൽ പറഞ്ഞു തീർത്താൽ മതി. നമ്മുടെ പൈസ, നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കടം. ബാക്കി 3 ആണ് വിദേശ കടം. നമ്മൾ അങ്ങനെ IMF-നോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്കോ ഒന്നും അധികം അങ്ങനെ കൊടുക്കാനില്ല. പാകിസ്ഥാന്റെ ആണെങ്കിൽ നേരെ തിരിച്ചാണ്. 40% എബോവ് ഫോറിൻ ആണ്. IMF ഒക്കെ പോലെയുള്ള ആളുകൾക്കാണ്. അതാണ് അതിന്റെ വ്യത്യാസം. നല്ലവന്റെ പുറത്തു പോകുമ്പോൾ ഇതുമായിട്ട് പോകേണ്ടി. നമ്മുടെ പൈസ നമ്മുടെ ഗവൺമെന്റ്. അപ്പം ജപ്പാന്റെ കടം, അമേരിക്കയുടെ കടം 125%. ജപ്പാന്റെ എത്രയാ? അതിന് ഒരുപാട് മേളിലാണ്. ഞാൻ ഒരു കണക്ക് കാണിക്കാം. എനിക്കൊന്ന് 175% കൊണ്ടാണ് ജപ്പാന്റെ കടം. ജപ്പാന്റെ കടം മൊത്തം ഇന്റേണലാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കും. സിംഗപ്പൂരിന്റെ കടം 130% ഓഫ് ദ GDP ആണ്. 130% ഓഫ് ദ GDP ആണ് സിംഗപ്പൂർ എന്ന് പറയുന്ന ചടുലമായ ടൈഗർ, പുലി എന്നല്ലേ അറിയുന്നത്, സാമ്പത്തിക ഇത്രയും സമ്മോഹനമായ രാജ്യം. അതിന്റെ കടമാണ് ഞാൻ പറഞ്ഞത്. GDP-യുടെ 130%. കടം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. പക്ഷെ അത് വാങ്ങിച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. സിംഗപ്പൂർ വാങ്ങിച്ച പൈസ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്, തുറമുഖം നിർമ്മിക്കുക. അതിന് വാങ്ങിച്ച് പൈസ വാങ്ങിച്ചു, കടം വാങ്ങിച്ചു, നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറമുഖം വരും, പൈസ വരും, ഇൻകം വരും. കടം വാങ്ങിക്കുന്നത് തെറ്റുമല്ല, നല്ലതുമാണ്. പക്ഷെ കടം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അമേരിക്കയുടെ കടത്തെക്കുറിച്ച് ഈ അടുത്തിടെ ഈ IMF-ന്റെ ഫിസിക്കൽ അഫയേഴ്സിന്റെ ഡയറക്ടറായിട്ടുള്ള റോഡ്രിഗോ വാൾഡസ് പറഞ്ഞു, our forecast is that deficit goes back to around 7.5% and stays there for near future. And he told the reporters, the US debt now on track to exceed 125% of GDP this year and potentially 142% by 2031. ഇനിയും കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ അമേരിക്ക എങ്ങനെയാണ് ഇത്രയും വലിയ കടമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഒന്നാമത്തെ കാര്യം, അമേരിക്കക്ക് കടം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അമേരിക്കയുടെ ബോണ്ടിങ്, അമേരിക്കയുടെ ഗവൺമെന്റ് കൊടുക്കുന്ന ബോണ്ടാണ്. അതെല്ലാവരും ഉടനെ കൊണ്ടുവന്ന് മാറാനൊന്നും വരില്ല. കാരണം അവരുടെയും സമ്പത്ത് അതാണ്. അതുകൊണ്ട് ആരും, ഇപ്പൊ ചൈനയുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ല 693 ഉണ്ട്. ജപ്പാന്റെ കയ്യിൽ 1 ട്രില്യൺ പ്ലസ് ഉണ്ട്. ജപ്പാൻ കൂടെ എന്നാ പൈസ അല്ല ഞാൻ തരാം, ഞങ്ങളുടെ ബോണ്ടല്ല എന്നാ കിടക്കുന്നത് എന്ന് പറഞ്ഞ് ജപ്പാൻ പോവില്ല. ജപ്പാൻ പോയാൽ ജപ്പാനാണ് പക്ഷെ ഉടനെ ഡോളറിന്റെ ഇത് കൂടും, അവൈലബിലിറ്റി കൂടും, സപ്ലൈ കൂടും, ഡോളറിന് വില കുറയും. ഡോളറിന് വില കുറയുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വില കുറയും, പൈസ കൂടും, വസ്തുക്കൾ കുറയും. അതായത് അമേരിക്കയെ നിലനിർത്തുന്നത്, അമേരിക്ക കടം കൊടുത്തിരിക്കുന്നവരാണ് നിലനിർത്തുന്നത്. അമേരിക്കയുടെ ബോണ്ട് വാങ്ങിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ഞാൻ അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്ന രാജ്യങ്ങൾ, ജപ്പാൻ 1239 ബില്യൺ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ബോണ്ട്, അമേരിക്കയുടെ സെക്യൂരിറ്റി ബോണ്ട്. UK 897, ബെൽജിയം 455, ലക്സംബർഗ് ഒരു ചെറിയ രാജ്യമാണ് മുഴുവൻ സെക്യൂരിറ്റി വാങ്ങിച്ചത് 446 ബില്യൺ. കാനഡ 446 ബില്യൺ, ബില്യൺ ആണേ, മില്യൺ അല്ല. കെയ്മൻ ഐലൻഡ്സ് 446, ഫ്രാൻസ് 396, അയർലൻഡ് 351, തായ്വാൻ 314, ലക്സംബർഗ് 446. ഇന്ത്യ 191 ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ല, 191 ബില്യൺ ഡോളറിന്റെ ബോണ്ട് ഇന്ത്യയുടെ ഉണ്ട്. ഇതൊന്നും എല്ലാവരും കൊണ്ട് വിൽക്കില്ല. കാര്യം ഇതവിടെ ഉണ്ടാവേണ്ടതും അമേരിക്ക ഉണ്ടാവേണ്ടതും നമ്മുടെ കയ്യിരിക്കുന്ന സാധനം നമ്മൾ എല്ലാവരും കൂടെ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ? ഈ 39 ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കടങ്ങളാണ്. ഇതൊന്നും തന്നെ ആരും ഉടനെ തിരിച്ചു ചോദിക്കാനും പോകുന്നില്ല. തിരിച്ചു ചോദിച്ചാൽ മുക്കുന്നവൻ മുങ്ങും. ഇത് സൈക്കിളിൽ നിന്ന് ഇരിക്കുന്നതുകൊണ്ടാണ്. ഇതെല്ലാവരും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ വേണേൽ പ്രിന്റ് ചെയ്ത് തരാം. അമേരിക്കക്ക് വേണമെങ്കിൽ ഈ 39 ട്രില്യൺ ഡോളറും തച്ചിനിരുന്ന് 2 ആഴ്ച കൊണ്ട് പ്രിന്റ് ചെയ്ത് എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറയാം. പക്ഷേ പ്രശ്നം ബാക്കിയുള്ളവരെല്ലാം കൂടെ അനുഭവിക്കുന്നു. പിന്നെ അമേരിക്കയേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് ഏതെങ്കിലും ഒരു പൈസ കൊടുക്കണമെന്നുണ്ട്. ഒരാൾ പാകിസ്ഥാൻ പറയാം, സാറേ ആ പൈസ പിന്നെ പറ്റുമോ, ഒരു ഞങ്ങളുടെ കൊച്ചു കടമാണ് 2 ബില്യൺ ഡോളർ, ബഹളം ഉണ്ടാക്കണത് വേണേ അടിച്ചാൽ കൊടുത്താലും മതി, നീ കൊണ്ടുവന്നാ 2 ബില്യൺ പേപ്പറിന്റെ കാശ് തന്നാൽ മതി.
പോസിബിളാന്ന് വെച്ചാൽ പോസിബിളാ. അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊന്നും ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ഭാഗമല്ല. ഡെഫിസിറ്റ് ഫിനാൻസിങ് നമ്മുടെ ഒരു പഴയ ധനകാര്യമന്ത്രി പറഞ്ഞ് നോട്ടടിച്ചിറക്കിയാൽ മതിയല്ലോ എന്ന് ചോദിച്ചു. അമേരിക്കയ്ക്ക് നോട്ടടിച്ചിറക്കാം, ഇന്ത്യ അടിച്ചിറക്കിയ പ്രശ്നമാണ്. അമേരിക്ക എന്തുകൊണ്ട് നോട്ടടിച്ചടിച്ചാൽ വിജയിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കോവിഡിന് 4 ട്രില്യൺ, അതേപോലെ ഇവിടെ ഒരു 4 ട്രില്യൺ അടിച്ചു നോക്കട്ടെ. നല്ല രസമായിരിക്കും. പിന്നെ ഇതേ കണക്ക് ബാഗ് വേണ്ടി വരും, പോക്കറ്റൊന്നും പോകണ്ടേ, പൈസ കൊണ്ട് നടക്കാൻ. പല രാജ്യങ്ങളിലും ബക്കറ്റ് ഫുൾ ഓഫ് കറൻസി, ലോറി ഫുൾ ഓഫ് കറൻസി കൊണ്ടാണ് നിങ്ങൾ ഒരു കപ്പ് വാട്ടറൊക്കെ വാങ്ങിക്കുന്നത്. ഇറാനിൽ നോക്ക്, 15 ലക്ഷം രൂപയുടെ ദിനാറ്, അവിടുത്തെ ദിനാറാന്ന് തോന്നുന്നു, റിയൽ ആണോ ദിനാറാണോ, ഇറാന്റെ നോട്ട് 15 ലക്ഷം. അതാണ് ബേസിക് നോട്ട്. അത് ഒരു ചായ എത്ര പൂജ്യമാണിത്. ഇത് കുറെ കഴിഞ്ഞ് യുദ്ധമൊക്കെ കഴിയുമ്പോൾ ഈ പൂജ്യം എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ബാക്കി മറ്റേത് മാത്രം ബേസ് 1000 100 ഒക്കെ ആയിരിക്കും. മറ്റേ രണ്ട് നിറത്തിലാണ്. ഈ പൂജ്യങ്ങളെല്ലാം ഒരു ചാര നിറത്തിലും ബാക്കിയുള്ള ഒരു ചുമന്ന നിറത്തിലുമാണ് അതിനകത്ത് അളവിൽപ്പെടുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റിലായി, അമേരിക്കയിൽ നിന്ന് പൈസയൊക്കെ വന്ന് അടിയൊക്കെ വാങ്ങിച്ച് നല്ല കുട്ടിയായിട്ട് വരുമ്പോൾ ഒന്ന് സെറ്റപ്പ് ആക്കാനായിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ കടം, അമേരിക്കയുടെ കടം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ മുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ മുക്കാൻ വളരെ ബുദ്ധിമുട്ട്. ആര് അമേരിക്ക എന്തുകൊണ്ടാണ് ഇത്ര കടം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഓരോ വർഷവും 17.5% അവര് റവന്യൂ ആയിട്ട് കളക്ട് ചെയ്യുമ്പോൾ 23% അവര് സ്പെൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓൾഡ് ഏജ്, അവരുടെ മെഡിസിൻ ചെലവ്. ചിലർ പറയും ഇതിനകത്ത് ഒരു കാര്യം കൂടെ. എല്ലാവരും പറയും അമേരിക്ക ഇപ്പൊ യുദ്ധത്തിന് പോയാണ് പൈസ എല്ലാം പോകുന്നത്. അമേരിക്കയുടെ കടം എത്ര? 39 ട്രില്യൺ. അമേരിക്ക ഇപ്പൊ ഇറാനിൽ 40-50 ദിവസം യുദ്ധം നടത്തി എത്രയാണ് കണക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്? 50 ബില്യൺ. 50 ബില്യൺ, 100 ബില്യൺ, 1000 ബില്യൺ ആകുമ്പോഴാണ് 1 ട്രില്യൺ ആവുന്നത്. 50 ബില്യൺ ഒരടിയൊരു അടിച്ച് 100 ബില്യൺ ആയാലും അമേരിക്കയ്ക്ക് അതൊരു അതാണ്. അമേരിക്കയ്ക്ക് പക്ഷെ വേറെ രാജ്യത്തിന് വലിയ കണക്കാണത്. അമേരിക്കയ്ക്ക് അതൊരു ഡാഷ് വായിൽ അമ്പഴങ്ങിയ എന്ന് പറയുന്നതേ ഉള്ളൂ. ഇനി ലാസ്റ്റ് അമേരിക്ക ഡീഡോളറൈസേഷൻ നടത്താൻ വരുന്നതാണ് ബ്രിക്സ്. ഞാൻ അതിനെക്കുറിച്ച് കുറേ സംസാരിച്ചിട്ടുണ്ട്. ബ്രിക്സ് കറൻസി കൊണ്ടുവരും. ബ്രിക്സ് കറൻസി കൊണ്ടുവരുന്ന എന്ത് കറൻസി ആയിരിക്കും ബ്രിക്സ് കൊണ്ടുവരിക? ഒരു കറൻസി, ഇപ്പൊ യൂറോ പോലെ ഒരു കറൻസി അതിന് സാധ്യതയില്ല. കാരണം ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം തന്നെ പാമ്പുകീരിയാണ് പലത്. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം, റഷ്യ ചൈന തമ്മിൽ വിശ്വസിക്കത്തില്ല, അതിർത്തി പ്രശ്നം, യുദ്ധം വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബ്രസീൽ എവിടെയോ കിടക്കുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്ക മൊത്തം ആകെ ബഹളമായിട്ട് കിടക്കുന്നത് സൗത്ത് ആഫ്രിക്ക. നല്ല രാജ്യമായിരുന്നു, അതിൻ്റെ നില ആകെ മോശമായിട്ട് പോവാണ്. ഇങ്ങനെ കുറെ രാജ്യം ഫ്രസ്ട്രേറ്റഡ് കൺട്രീസ് ആണ് കൂടുതലും, ഡിസ്കണ്ടന്റഡ് ഫ്രസ്ട്രേറ്റഡ് കൺട്രീസ് ആണ് കൂടുതലും. ഈ രാജ്യങ്ങളെല്ലാം പരസ്പരം വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, അല്ലെ? പൊതുശത്രുവിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരൊരു കറൻസി തുടങ്ങുകയാണെങ്കിൽ ഒരു കറൻസി ആയിട്ട് തുടങ്ങാനുള്ള സാധ്യത കുറവാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണം? യുവാൻ അംഗീകരിക്കണം. യുവാൻ ആണല്ലോ പവർഫുൾ കറൻസി. പക്ഷെ യുവാൻ അംഗീകരിച്ച ഒരു കുഴപ്പം, യുവാൻ ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്? ചൈന. വാട്ട് അബൌട്ട് ചൈന? അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ചൈനയെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ചൈന എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ചൈന സുതാര്യമല്ല, അവരുടെ ഓഡിറ്റിംഗ് സുതാര്യമല്ല, അവിടെ ജനാധിപത്യം ഇല്ല, അവരുടെ രീതികളൊക്കെ വളരെ സ്റ്റെൽത്തിയാണ്. ഇപ്പൊ ചൈനയെ മറ്റാരും വിശ്വസിക്കുന്നില്ല, ഇന്ത്യ ഒരിക്കലും വിശ്വസിക്കത്തില്ല. 62-ന് ശേഷം ചൈനയെ വിശ്വസിക്കുന്നവൻ ഒരു ഇന്ത്യക്കാരനല്ല എന്ന് തന്നെ നമ്മുടെ ഭരണഘടനാ പ്രൊവിഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചൈന കാൻ ചീറ്റ്, ചൈന കാൻ. നമ്മുടെ നെഹ്റുവിനെ പോലെ ഒരു പാവം അത്ര വിശ്വസിച്ചില്ല. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു കറൻസി ചൈനീസ് കറൻസിയിലാണെന്നുണ്ടെങ്കിൽ അത് ഡോളർ പകരം ചൈന കറൻസി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എലിയെ പേടിച്ച് പാമ്പിനെ വളർത്തുന്നതിന് അവസ്ഥയാണ്. അതുകൊണ്ട് അതൊരു ഇതായിട്ടുള്ള വഴിയാണ്. അതിന് പകരം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനമാണ് യൂണിറ്റ് എന്ന് പറയുന്ന സാധനം. അത് ശരിക്കും ഈ മിന്റ് ചെയ്ത് ഡിജിറ്റൽ മണിയാണ്, ഡിജിറ്റൽ യൂണിറ്റ് ആണ്. ഇതിന്റെ അവരിപ്പോൾ പറയുന്നത്, ഇത് ഡിസംബർ മാസം 2025 ഇത് നിലവിൽ വന്നു എന്നാണ് പറയുന്നത്. ഇത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 40% ഡോളറും 60% ഒരു കറൻസി ബാസ്ക്കറ്റ് ആണ്. കറൻസി ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ, റൂബിൾ, റാൻഡ്, റെൻമിൻസി, അതായത് ചൈനയുടെ കറൻസി, യുവാൻ, പിന്നെ ഒരു കറൻസി ഉണ്ട് ബ്രസീലിന്റെ, അതും റിയൽ ആണെന്ന് തോന്നുന്നു, ബ്രസീലിയൻ റിയൽ. ഈ 5 കറൻസിയും കൂടെ ചേർന്നൊരു ബാസ്ക്കറ്റും ബാക്കി 40% സ്വർണവും. അപ്പൊ ഫിയറ്റും അല്ല, ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്, രണ്ടിനും മധ്യം നിൽക്കുന്ന, എന്നാൽ ശരിക്കും കറൻസി അല്ല, ഡിജിറ്റലാണ്. ഇതിനകത്ത് ട്രേഡ് നടത്താം. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ 60% ഏതാണ്ട് 40% വെയിറ്റേജ് യുവാനാണ് കിട്ടുക. അതിലേതാണ്ട് 20-25% വെയിറ്റേജാണ് ഇന്ത്യക്ക് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് കുറച്ചുകൂടെ കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. റഷ്യയുടെ റൂബിളിന് 15%, ബാക്കി സൗദി റിയാൽ, UAE റിയാൽ, അതിനെല്ലാം കൂടെ 10%. അങ്ങനെ വെച്ചാണ് ഈ 60%, ബാക്കി 40% സ്വർണം. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിനകത്ത് കച്ചവടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ ഉദാഹരണമായിട്ട് UAE നിന്ന് എണ്ണ വാങ്ങിക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എണ്ണയ്ക്കൊരു $10 ബില്യൺ ആണെങ്കിൽ നമ്മൾ 10 ബില്യൺ, അവിടെ $10 ബില്യൺ അങ്ങനെ കണക്കിലെടുക്കാൻ പറ്റൂ? അല്ല പോട്ടെ, ഇത്രയും യൂണിറ്റ്, ഈ ഒരു യൂണിറ്റ് എന്നാണ് എന്ന് പറയുന്നത്, ഒരു ബ്രിക്സ് യൂണിറ്റ് ആണ് എണ്ണയുടെ വില എന്നിരിക്കുന്നത്. അതിന് തുല്യമായിട്ടുള്ള കൺവേർട്ട് ചെയ്തുള്ള പൈസ നമ്മൾ ഇവിടെ അടക്കണം. രൂപയിൽ അടച്ചാൽ മതി. രൂപയിൽ അടച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഈ ബ്രിക്സ് യൂണിറ്റ് ആയിട്ട് UAEക്ക് കിട്ടും. UAEക്ക് വേണമെങ്കിൽ അത് ബ്രിക്സ് യൂണിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ UAEയുടെ ദിനാറായിട്ട് കൺവേർട്ട് ചെയ്യാം. ഗുസ്തിയാണ്, നല്ല ഗുസ്തിയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ ഒരു പ്രശ്നം, ഇവിടെ ഒരു സൈഡിൽ ഫിയറ്റ് കറൻസിയാണ്, രൂപയാണെന്ന്. രൂപ നമുക്ക് അടിച്ചടിച്ച് കയറ്റാവുന്നതാണ്. ഇതെങ്ങനെ പൊളിയാൻ പോകുന്നതെന്ന് നോക്കാം. നമുക്ക് വാങ്ങിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള രൂപ നമ്മുടെ ഇരിക്കല്ലേ, നമ്മളല്ലേ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ എണ്ണ വേണം, രൂപ കൊണ്ടുപോയി. അപ്പൊ അതിനെല്ലാം ഇവൻ ഇത് കൊടുക്കേണ്ടി വരും, ഈ യൂണിറ്റ് കൊടുക്കേണ്ടി വരും. അതിനകത്ത് ആ യൂണിറ്റിനകത്ത് 40% ഇതാണ്, സ്വർണ്ണമാണ്. അപ്പോൾ ഒരു ഫിയറ്റ് കറൻസി, ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡിജിറ്റൽ കറൻസി അല്ല, ഒരു യൂണിറ്റ് തമ്മിലുള്ള പ്രശ്നം ഇതിനകത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ബ്രിക്സ് വെച്ച് ഡീഡോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ, ബട്ട് ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ്. ഈ അടുത്തെങ്ങും ഇതിനൊരു എന്താ പറയുക, ഒരു ഗുണപരമായിട്ടുള്ള എൻഡ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഡോളർ ഇതിന്റെ മേധാവിത്വം സ്വാഭാവികമായിട്ട് കുറഞ്ഞു വരികയാണ്. 2000-ലുള്ള അത്രയും ട്രാൻസാക്ഷൻ ഡോളറിൽ ഇപ്പം നടക്കുന്നില്ല. പക്ഷേ വളരെ സ്ലോ ഡെഗ്രഡേഷനേ അതിനകത്ത് നടക്കുള്ളൂ. അങ്ങനെ നടന്നാൽ പോലും, ട്രേഡിലും ഇതിലുമൊക്കെ കുറഞ്ഞു വന്നാൽ പോലും, വേറെ ഞാൻ പറഞ്ഞോണം, പലിശ, ലോൺ, സ്വിഫ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ട്രഷറി ബോണ്ട്, ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് അമേരിക്കൻ ഡോളർ വീഴുക അത്ര എളുപ്പമല്ല. ആരും 250 വർഷം കൊണ്ട്, 250 വർഷം ഇല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 100-150 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. മണി എന്ന് പറഞ്ഞ ട്രസ്റ്റാണ് ബേസിക്കലി. അതുകൊണ്ട് ഇവിടെ ഓരോരുത്തർ പറയും അമേരിക്കയുടെ കടത്തിലാണ്, ഇപ്പൊ അമേരിക്ക വീഴും. വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. അമേരിക്ക, എല്ലാ രാജ്യങ്ങളും വീഴും. 250 വർഷത്തിനധികം നിന്ന ഒരു സാമ്രാജ്യവും ലോകത്തെങ്ങുമില്ല. അങ്ങനെ ഒരു പുസ്തകം തന്നെയുണ്ട്, ലോകത്തെ എല്ലാ സാമ്രാജ്യങ്ങളും 250 വർഷം കൊണ്ട് വീണിട്ടുണ്ടാവും. പക്ഷേ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ഡീക്കേ ഉണ്ട്. അത് അവശ്യം ഉണ്ടാകേണ്ടതാണ്. പണ്ട് ഗ്രീസും അതുപോലെ തന്നെ റോമായിരുന്നു ലോകം മുഴുവൻ ഭരിച്ചിരുന്നത്. അതിനുശേഷം സ്പെയിൻ ആയിരുന്നു. സ്പാനിഷ് ആർമഡ തകർന്നതോടുകൂടി ബ്രിട്ടൻ കഴിഞ്ഞിട്ട് ബ്രിട്ടന്റെ പ്രതിനിധിയായി അമേരിക്ക വരുന്നു. അമേരിക്കയും വീഴുമായിരിക്കും. പകരം ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇതാണിപ്പോൾ ഡോളറിന്റെ അവസ്ഥ. പെട്രോ ഡോളർ എന്ന് പറയുന്ന കരാറ് ഇല്ലെങ്കിലും മിക്കവാറും ട്രാൻസാക്ഷൻസ് 80% ഡോളറിൽ തന്നെയാണ് നടക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം അവസാന ഘട്ടത്തിൽ ഇരുന്ന് കേട്ടതിൽ ഞാൻ അഗാധമായി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.